അടുത്ത 11ാമത്തെ മന്ത്രമാണ്. സുഷുപ്തസ്ഥാന പ്രാജ്ഞോ മകാരഃ തൃതീയാ മാത്ര മിതേഹി അപീതേഹി വാ വിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി യ ഏവം വേദ. സുഷുപ്തിസ്ഥാന പ്രാജ്ഞോയ സമകാരഃ ഓങ്കാരസ്യ തൃതീയ മാത്ര. സുഷുപ്തി സ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ പ്രാജ്ഞൻ, അവനാണ് ഓങ്കാരത്തിന്റെ മകാര എന്ന മാത്ര, തൃതീയ മാത്ര. പ്രാജ്ഞൻ ആത്മാവിന്റെ മൂന്നാമത്തെ പാദം. മകാരം ഓങ്കാരത്തിന്റെ മൂന്നാമത്തെ മാത്ര. പാദം എന്ന് പറയുമ്പോൾ ഭാഗം. പാദത്തിന് ഓങ്കാരത്തിന്റെ പാദം എന്ന് പറയുമ്പോൾ കാലെന്നുള്ള അർത്ഥം എടുത്ത് കളയും. ഭാഗം എന്നുള്ള അർത്ഥമാണ്. മാത്ര എന്ന് പറയുമ്പോൾ അതിന്റെ അംശം. ഭാഗം എന്നുള്ളതിന് ഏറ്റവും ചെറിയ അംശം. അതിനാണ് മാത്ര എന്ന് പറയുന്നത്. അകാര വിശ്വനാണ്, അല്ലെങ്കിൽ വിശ്വൻ അകാരമാണ്. രണ്ടു തരത്തിലും പറയാം. പാദ മാത്ര, മാത്രാശ്ച പാദ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. തൈജസൻ ഉകാരമാണ്, അല്ലെങ്കിൽ ഉകാരനാണ് തൈജസൻ. മകാരം പ്രാജ്ഞനാണ് എന്ന് പറയുന്നു. ആദ്യ സ്ഥൂലം ഉപാസകന്റെ ഭാവന അല്ലെങ്കിൽ ധ്യാനം സ്ഥൂലത്തിൽ തുടങ്ങുന്നു. സ്ഥൂലം വരുമ്പോൾ കൂടുതൽ സ്പഷ്ടമായിട്ട് കുറച്ചുകൂടി സൂക്ഷ്മത്തിലേക്ക് പോകുന്ന അടുത്ത് ഉകാരമാണ് തൈജസൻ എന്ന് പറയുമ്പോൾ. അവ്യക്തമായി പക്ഷെ സൂക്ഷ്മമാണ്. അത് കഴിഞ്ഞ് മകാരമാണ് എന്ന് പറയുമ്പോൾ അത് കാരണത്തിലേക്ക് പോകുന്നു. കാരണത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് പൂർണ്ണമായും അവ്യക്തമാണ്. ഭാവന ചെയ്യാൻ പോലും വൈഷമ്യമുള്ള ഭാഗമാണ്. സുഷുപ്തിയെക്കുറിച്ച് ഭാവന ചെയ്യാൻ പ്രയാസമാണ്. ജാഗ്രതും സ്വപ്നവും അനുഭവത്തിന് വിഷയമാണ്. അനുഭവവേളയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നു. സുഷുപ്തിയെ അനുഭവവേളയിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ജാഗ്രതത്തിലേക്ക് വന്നിട്ട് മാത്രമേ അതിനെ തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. സുഷുപ്തിയിൽ ഏതെങ്കിലും തരത്തിലൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സുഷുപ്തി നഷ്ടപ്പെട്ടു പോകും. സ്വപ്നം അനുഭവ രൂപത്തിലാണ്. ജാഗ്രതത്തിലേക്ക് വരുമ്പോഴോ സുഷുപ്തിയിലേക്ക് പോകുമ്പോഴോ അത് നഷ്ടപ്പെടാം. എന്നാൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അനുഭവ രൂപത്തിലാണ്. അവിടെ അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ട്. സുഷുപ്തിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ ഏതെങ്കിലും ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് സ്വപ്നമായോ ജാഗ്രതായിട്ടോ അത് സുഷുപ്തിയെ നശിപ്പിക്കും. അതുകൊണ്ട് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രയാസമാണ്. മുമ്പ് ചർച്ച ചെയ്തതാണ്. സത് അസത്ത് എന്നുള്ള അനുഭവത്തിനത് വിഷയമാകുന്നില്ല, സ്വപ്നവും ജാഗ്രതും പോലെ. എന്നാൽ ഇവിടെ ഉപാസകന് അതിനെയും ഭാവന ചെയ്യണം, അതിനെയും ധ്യാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഓങ്കാരത്തിന്റെ മകാരത്തെ സ്വീകരിക്കുന്നത്. വിശ്വനെയും തേജസ്സിനെയും അത് കൂടാതെയും നമുക്ക് വേണമെങ്കിൽ ഭാവന ചെയ്യാം. പക്ഷെ സുഷുപ്തിയെ മകാരത്തെ ആശ്രയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ എന്താണ് അകാരം ഉകാരം. അകാരത്തിനൊരു മാത്രയുണ്ട്, ഉകാരത്തിന് ഒരു മാത്രയുണ്ട്. സുഷുപ്തിക്കാണെങ്കിലും അർദ്ധമാത്രയുണ്ട്. മകാരം അർദ്ധമാത്രയാണ്, കേവലമായ വ്യഞ്ജനമാണ്. എന്നുവെച്ചാൽ അതിന് ഈ പറയുന്ന അംശങ്ങളിൽ ഏറ്റവും ചെറിയൊരംശം, ഒരംശത്തിന്റെ പകുതി എന്ന് പറയാനും വയ്യ. മാത്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു സ്വരത്തെ ഉച്ചരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം.
അതാണൊരു മാത്ര. മകാരത്തിൽ വരുമ്പോ മകാരം അകാര ഉകാരങ്ങളോട് ചേർന്നല്ലാതെ ഉച്ചരിക്കാൻ പറ്റത്തില്ല. ഓങ്കാരത്തിൽ നിന്നും മകാരത്തെ മാറ്റി നമുക്ക് ഉച്ചരിക്കാനൊക്കത്തില്ല. മകാരം നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നത് അത് അകാര ഉകാരങ്ങളോട് ചേർന്ന് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും അതിൽ മാത്രമേ നിർണയിക്കാൻ വയ്യ. അതുകൊണ്ട് അതിനാണ് അർദ്ധമാത്ര എന്ന് പറയുന്നത്. ചില അത് തന്നെ സൂക്ഷ്മമാണ്, മകാരം തന്നെ സൂക്ഷ്മമാണ്. അകാരവും ഉകാരവും പോലെ സ്പഷ്ടമല്ല. അങ്ങനെയുള്ള മകാരത്തിലൂടെ ആണ് പ്രാജ്ഞനെ ഭാവന ചെയ്യേണ്ടത്. പ്രാജ്ഞനെയും സുഷുപ്തി അവസ്ഥയും അത് എങ്ങനെ ഭാവന ചെയ്യും? മകാരമാണ് പ്രാജ്ഞനെന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇതിലും സാദൃശ്യമുണ്ട്. മകാരത്തിലും പ്രാജ്ഞനുള്ള സാദൃശ്യത്തെ എടുത്തുകൊണ്ട് ഭാവന ചെയ്യും. കേന സാമാന്യനൈക്യാഹ. എന്താണ് അവിടുത്തെ സാമാന്യം, സാദൃശ്യം? സമാനത, സാമാന്യം ഇതമത്ര. മന്ത്രത്തിൽ പറഞ്ഞു മിതേർ അപീതേർവ. എല്ലാ സ്ഥാനങ്ങളിലും രണ്ട് സാമാന്യങ്ങളെ പറഞ്ഞു. അതുപോലെ ഇവിടെയും രണ്ട് സാമാന്യങ്ങളെ, രണ്ട് സാദൃശ്യങ്ങളെ പറയുന്നു. ഒന്നെന്താണ്? മിതേഹേ. മിതിയാണ് ഇവിടുത്തെ ഒരു സാമാന്യം. മിതി എന്ന് പറഞ്ഞാലോ മാനം. മാനം എന്ന് പറഞ്ഞാൽ അളവ് എന്നർത്ഥം മലയാളത്തിൽ. മീയത്തെ ഇവ ഹി വിശ്വതൈജസോ പ്രാജ്ഞേന പ്രളയ ഉത്പത്യോഹോ പ്രവേശ നിർഗമനാഭ്യാം പ്രസ്ഥേന ഇവ യവാഹ. പ്രസ്ഥം എന്ന് പറയുന്നത് പഴയകാലത്തെ അളവ് പാത്രം, കിടങ്ങഴി എന്നെല്ലാം പറയും ചില സ്ഥലങ്ങളിൽ. ചില സ്ഥലങ്ങളിൽ അതിന് പക്ക എന്ന് പറയും. ഒരളവ് പാത്രം, നെല്ലും മറ്റും അളക്കുന്നതിന് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് യവത്തെ പഴയകാലത്ത് അളന്നിരുന്നു. നാഴി എന്നെല്ലാം പറയും, അതിന്റെ പല അളവിൽ. പറ എന്നെല്ലാം പറയുന്നതാണ് പ്രസ്ഥം. ഇങ്ങനെ ഒരു അളവ് പാത്രം കൊണ്ട് ധാന്യത്തെ അളക്കുന്നു. അപ്പോൾ ഒരു അളവ് പാത്രം കൊണ്ട് ധാന്യത്തെ അളക്കുന്നത് പോലെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അളക്കുമ്പോൾ നമ്മൾ അളക്കുന്നതിന് വേണ്ടി ആ ധാന്യത്തെ പാത്രത്തിനുള്ളിലേക്ക് ഇടുന്നു. അളന്ന് അതിന്റെ അളവ് മനസ്സിലാക്കിയതിനു ശേഷം ആ പാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ധാന്യത്തെ പുറത്തേക്ക് തട്ടിയിടുന്നു. ഇതുപോലെയാണ് സംഭവിക്കുന്നത്. സുഷുപ്തി ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും അളക്കുന്നു എന്നാണ്. എങ്ങനെ? പ്രവേശ നിർഗമാഭ്യാം. ജാഗ്രത സ്വപ്നവും സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുന്നു. പറയ്ക്കുള്ളിലേക്ക് ധാന്യത്തെ ഇടുന്നത് പോലെ അവിടെ നിന്ന് തിരിച്ച് പുറത്തേക്ക് വരുന്നു. അത് അളന്നതിന് ശേഷം നമ്മളതിനെ പുറത്തേക്ക് തട്ടിയിടുന്നത് പോലെ ജാഗ്രത സ്വപ്നങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ സുഷുപ്തിയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ അനുഭവമാണ് എന്താണ്? നമ്മൾ സുഷുപ്തിയിലേക്ക് പോകുന്നു, സുഷുപ്തിയിൽ നിന്ന് വരുന്നു. ഇതാണ് അനുഭവം. ജാഗ്രതയിലെ അനുഭവം സ്പഷ്ടമാണ്. അതാണ് മിതി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. മിയതൈവഹി വിശ്വതൈജസോ പ്രാജ്ഞേന. വിശ്വതൈജസന്മാരെ പ്രാജ്ഞൻ അളക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങൾ സുഷുപ്തിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു. ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വനും തേജസ്സിനുമാണ്. ജാഗ്രത സ്വപ്നങ്ങളുടെ ചൈതന്യം അത് സുഷുപ്തിയിലേക്ക് വിലയിക്കുന്നു, സുഷുപ്തിയിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പൊ ഇതാണ് ആ സുഷുപ്തിയുടെ അല്ലെങ്കിൽ പ്രാജ്ഞന്റെ ഒരു പ്രത്യേകത. ഇത് തന്നെയാണ് ഓങ്കാരത്തിലെ മകാരത്തിന്റെയും സവിശേഷത. എന്താണ്? തഥാ ഓങ്കാര സമാപ്തോ പുനഃപ്രയോഗേച പ്രവിശ്യ നിർഗച്ഛതൈവ അകാരോ ഉകാരോ മകാരേ. ദീർഘമായി ഓങ്കാരത്തെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു അത് തന്നെ. ഓം എന്ന് ഉച്ചരിച്ച് ദീർഘമായി ഉച്ചരിച്ച് അവസാനിപ്പിച്ചിട്ട് അവസാനിക്കുമ്പോൾ എന്താണ്?
അതൊരു മുഴക്കത്തിലാണ്, നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഒരു മുഴക്കത്തിലത് അവസാനിക്കുന്നു. അനുസ്വാരത്തിലേക്ക് പോയി ഒരു മുഴക്കത്തിൽ അവസാനിക്കുന്നു, മകാരത്തിൽ അവസാനിക്കുന്നു. ദീർഘമായി നമ്മൾ ഓങ്കാരത്തെ ഉച്ചരിക്കുമ്പോൾ തുടങ്ങുന്നത് ഒരു മുഴക്കത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചാരണം തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ അകാരമാണെങ്കിലും ഓങ്കാരം ആ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കാറില്ല, ഓം എന്ന് പറഞ്ഞാണ് ഉച്ചരിക്കുന്നത്. ഇവിടെ പറയുന്നു ആദ്യം അകാരമാണ്, പിന്നെ ഉകാരമാണ്, അവസാനം മകാരമാണ്. പക്ഷെ ഉച്ചരിക്കുമ്പോൾ എങ്ങനെ അനുഭവപ്പെടുന്നത്? ഓങ്കാരം തുടങ്ങുന്ന ഒരു മുഴക്കത്തിൽ നിന്നാണ്. അപ്പോൾ എവിടെ നിന്നാണോ അത് പുറപ്പെടുന്നത് അവിടെ തന്നെ അത് അവസാനിക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. തുടക്കവും ഒടുക്കവും ഒരുപോലെയാണ്. അനുഭവമിന്റെ ഒരു സവിശേഷം. അകാരവും മറ്റും ഉച്ചരിക്കുമ്പോൾ അങ്ങനെയല്ല. ആ എന്ന് പറയുന്ന ഒരു മാത്രയിൽ തന്നെ അത് തീരുന്നു. അതിന്റെ തുടക്കവും ഒടുക്കമൊക്കെ അത് തന്നെ. ഉകാരവും അങ്ങനെ തന്നെ. പക്ഷെ ഓമെന്ന് പ്ലുതമായി ദീർഘമായി നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്? തുടക്കത്തിൽ ഒരു മുഴക്കം. അത് വാസ്തവത്തിൽ എന്താണ്? അവസാനിച്ചിടം തന്നെ. ഓം എന്ന് പറഞ്ഞ് അവസാനിച്ച ആ മുഴക്കം അതിൽ നിന്നാണ് വീണ്ടും തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? മകാരത്തിൽ നിന്ന് ഓങ്കാരം തുടങ്ങുന്നു, മകാരത്തിൽ അത് ഒടുങ്ങുന്നു എന്ന് പറയാം. ദീർഘമായി ഉച്ചരിക്കുമ്പോൾ അതിന്റെ ആദിയും അന്തവും ഒരുപോലെ നമുക്ക് അനുഭവപ്പെടുന്നുകൊണ്ട് പറയാണ്. അതാണ് തഥാ ഓങ്കാര സമാപ്തു പുനഃപ്രയോഗിച്ചു. തുടർച്ചയായിട്ട് ഓങ്കാരത്തെ ഉച്ചരിക്കുക, അവിടെയാണ് ഇത് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓങ്കാരം ദീർഘമായി ഉച്ചരിച്ച് നിർത്തി വീണ്ടും തുടങ്ങുക, വീണ്ടും അവിടെ തുടക്കവും ഒടുക്കവും തമ്മിൽ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടത്തില്ല. ഉച്ചരിച്ച് നോക്കുമ്പോൾ അത് വളരെ സ്പഷ്ടമാവും. അതാണ് പുനഃപ്രയോഗിച്ച. അതിന്റെ സമാപ്തിയിലും തുടർന്ന ഉടനെ തന്നെ വീണ്ടും അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പ്രവിശ്യ നിർഗച്ഛതൈവ അകാര ഉകാരവും മകാരേ. ആകാര ഉകാരങ്ങൾ ആ മകാരമാകുന്ന മുഴക്കത്തിലേക്ക് കടക്കുന്നത് പോലെയും തിരിച്ചു വരുന്നത് പോലെയും തോന്നുന്നു. അങ്ങനെ നമുക്ക് തുടർച്ചയായിട്ടുള്ള ഓങ്കാര ഉച്ചാരണത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള സാമാന്യം, സാദൃശ്യം. അതിനെയാണ് ഇവിടെ മിതി എന്ന് പറയുന്നത്. പ്രാജ്ഞൻ വിശ്വ തൈജസ്സന്മാരെ ഉൾക്കൊള്ളുന്നു, അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നു. മകാരത്തിൽ നിന്ന് ഓങ്കാരം തുടങ്ങുന്നു, മകാരത്തിൽ അത് അവസാനിക്കുന്നു. അമാത്രയിൽ നിന്ന് തുടങ്ങുന്നു, അർദ്ധമാത്രയിൽ നിന്ന് തുടങ്ങുന്നു, അർദ്ധമാത്രയിൽ അവസാനിക്കുന്നു. അതിനപ്പുറം അമാത്രയെക്കുറിച്ച് പറയും. അതാണിവിടെ സാദൃശ്യം. ആ സാദൃശ്യം ഉള്ളതുകൊണ്ട് ഈ സാദൃശ്യത്തെ ചിന്തിച്ചിട്ട് മകാരം ഓങ്കാരത്തിന്റെ ആദിയും അന്തവുമാണ്. അതുപോലെ വിശ്വ തൈജസ്സന്മാരുടെ ആദിയും അന്തവുമാണ് പ്രാജ്ഞൻ. അതുകൊണ്ട് മകാരമാണ് പ്രാജ്ഞൻ എന്ന് ചിന്തിക്കുക. അതൊരു സാദൃശ്യം. മറ്റൊന്നെന്താണ്? അപീതേർവ. അപീതിയാണ് മറ്റൊരു സാദൃശ്യം. അപീതിര അപ്യയ ഏകീഭാവ. ഓങ്കാര ഉച്ചാരണേ അന്ത്യ അക്ഷരേ ഏകീഭൂതോ ഇവ അകാര ഉകാരോ. തഥാ വിശ്വ തൈജസോ സുഷുപ്തികാലേ പ്രാജ്ഞേ ഏകീഭൂതോ. മിതേരപീതേർവാൻ മന്ത്രത്തിൽ പറഞ്ഞു. മകാര പ്രാജ്ഞന്മാരുടെ ഒരു സാദൃശ്യം മിതിയാണ്, അടുത്തത് അപീതിയാണ്. അപീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ലയമെന്നാണ്. അപ്യയം എന്ന് പറഞ്ഞാൽ ലയമെന്നാണ്. ഇവിടെ ഉപാസനയിൽ ലയം എന്ന് പറയുമ്പോൾ ഒരിടത്തും ഒരു ഭാഗത്തും സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലയം എന്നുള്ള അർത്ഥമല്ല, ഏകീഭാവം എന്നുള്ള അർത്ഥമാണ്. ലയം എന്നുള്ള ശബ്ദം എന്തുകൊണ്ട് പറയുന്നു? എവിടെയെങ്കിലും ലയം സംഭവിക്കുമ്പോൾ അവിടെ ഒന്നായിത്തീരുന്നു. പാലിൽ വെള്ളം ലയിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അത് ഒന്നായിത്തീരുന്നു. പിന്നെ നമുക്ക് പാലെന്നോ വെള്ളമെന്നോ വേർതിരിക്കാൻ പറ്റുന്നില്ല.
അപ്പൊ ലയത്തിൽ ഏകീഭവനം സംഭവിക്കുന്നത് കൊണ്ടാണ് അവിടെ ലയം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. ഉപാസനയിലും ലയത്തെ ഏകീഭവനം എന്ന് തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ധരിച്ചു എന്താണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുക എന്ന് ധരിച്ചു. ഇവിടെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നില്ല. ആ പോക്ക് വരവിനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, മറിച്ച് ഒന്നേ ഉള്ളൂ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് എങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ വിശ്വൻ തൈജസനിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശ്വനിൽ നിന്നും തൈജസനിലേക്ക് എത്തിച്ചേർന്ന് എന്നുള്ള അർത്ഥമല്ല. വിശ്വൻ തൈജസ്സിൽ നിന്നും വേറെയല്ല എന്നുള്ള അർത്ഥമാണ്. വിശ്വൻ തൈജസ്സിൽ നിന്നും ഭിന്നമല്ല. വിശ്വനായിരിക്കുമ്പോഴും വിശ്വന്റെ അനുഭവം നിലനിൽക്കുമ്പോഴും ആ വിശ്വൻ തൈജസ്സിൽ നിന്നും ഭിന്നമല്ല. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞാണ്. സ്ഥൂലം ആ സൂക്ഷ്മത്തിൽ നിന്നും ഭിന്നമല്ല. ആ സൂക്ഷ്മമാണ് ആ സ്ഥൂലത്തിന് ആശ്രയമായിരിക്കുന്നത്. നൂലിൽ നിന്ന് വസ്ത്രം ഭിന്നമല്ല എന്ന് പറയുന്നത് അതുപോലെയാണ്. മണ്ണിൽ നിന്ന് കലം ഭിന്നമല്ല എന്ന് പറയുന്ന പോലെ അതുപോലെ ഇത് ഒന്നായി തന്നെ ഇരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഉപാസനയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടി, മാനസികമായ ഒരു അഭ്യാസത്തിന് വേണ്ടി ഇതിനെ രണ്ടായി പറഞ്ഞിട്ട് പിന്നെ ഒന്നാണെന്ന് ബോധിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ ഉദ്ദേശം ഒന്നാണെന്ന് ബോധിപ്പിക്കുകയാണ്. പരമാർത്ഥത്തിൽ തൈജസ്സിനിൽ നിന്നും വേറിട്ടൊരു വിശ്വനില്ല. അപ്പൊ വിശ്വനെ തൈജസ്സനിലേക്ക് ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിൽ ദൃഢമായി ഭാവന ചെയ്യുകയാണ്. എന്താണ്? തൈജസ്സിനിൽ നിന്നും വേറിട്ട് വിശ്വനിൽ നിന്നില്ല. അതുപോലെ ഒരു ഏകീഭാവമാണ് പ്രാജ്ഞനുമായിട്ടുള്ള. എന്താണ്? പ്രാജ്ഞനിൽ നിന്നും വേറിട്ട് തൈജസ്സനില്ല എന്നടുത്ത് ഉറപ്പിക്കും. എന്തുകൊണ്ട്? പ്രാജ്ഞൻ കാരണമാണ്. ആ കാരണത്തിൽ നിന്നാണ് സൂക്ഷ്മവും സ്ഥൂലവും ഉണ്ടായത്. കാരണം സൂക്ഷ്മത്തിലൂടെ സ്ഥൂലത്തിലേക്ക് വന്നു. സൂക്ഷ്മത്തിലൂടെ സ്ഥൂലത്തിലേക്ക് വന്നപ്പോ ആ സ്ഥൂലം എന്തായാലും സൂക്ഷ്മത്തിൽ നിന്ന് വേറെ ആകത്തില്ല. ആ സൂക്ഷ്മം തന്നെ, ആ സൂക്ഷ്മം എന്താണ്? ആ പ്രാജ്ഞൻ തന്നെ, കാരണം തന്നെ. ആ ഏകീഭാവം, അതാണ് ഇവിടെ ലയം എന്ന് പറയുന്നത്. അല്ല ഒരിടത്ത് നിന്ന് സഞ്ചരിച്ച് വേറിടത്ത് എത്തിച്ചേരുന്നാൽ. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു എന്താണ്? അപ്യയം എന്ന് പറഞ്ഞാൽ ഏകീഭാവമാണ്, ഏകത്വമാണ്. ആ ദൃഢമായ ഏകത്വഭാവന, അതാണ് ഇവിടെ വേണ്ടത്. അത് ഓങ്കാരത്തിൽ എങ്ങനെ സംഭവിക്കുന്നു? ഓങ്കാര ഉച്ചാരണേ അന്ത്യ അക്ഷരേ ഏകീഭൂതോ ഇവ അകാര ഉകാരോ. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഓങ്കാരത്തിൽ എന്ത് ചെയ്യുന്നു? ആ ഓങ്കാരം ഉച്ചരിക്കുമ്പോൾ ആ ഓങ്കാര ഉച്ചാരണം അവസാനിക്കുന്നിടത്ത് അവിടെ അകാര ഉകാരങ്ങൾ വേറിട്ട് നിൽക്കുന്നില്ല. അകാര ഉകാരങ്ങൾ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു മുഴക്കത്തിൽ ഒരു അനുസ്വാരം എന്ന് പറയുന്നു, അവിടെ ചെന്നതങ്ങ് അവസാനിക്കുന്നു. ഏകീഭൂതോ ഇവ, ഒന്നായതുപോലെ നമുക്ക് അനുഭവപ്പെടും. ദീർഘമായ ശബ്ദം അവിടെ ഒന്നായി തന്നെ തീരുന്നു, ഒന്നായതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. തഥാ അതുപോലെ വിശ്വ തൈജസ്സോ സുഷുപ്തികാലേ പ്രാജ്ഞേ ഏകീഭൂതവും. വിശ്വനും തൈജസ്സനും സുഷുപ്തികാലത്തിൽ പ്രാജ്ഞനിൽ ഏകീഭവിക്കുന്നു, ഒന്നായിത്തീരും. ആ ഒന്നെന്ന് പറയുന്നതാണ് അതിന്റെ വാസ്തവ സ്വരൂപം. നമുക്കറിയാമല്ലോ, ഇവിടെ വിശ്വനെന്നും തൈജസ്സനെന്നും പ്രാജ്ഞനെന്നും മൂന്നില്ല, ഒരാൾ തന്നെയാണ്. ഒരു ജീവന്റെ തന്നെ അനുഭവമാണ്. നമ്മുടെ അനുഭവത്തിനും അത് മൂന്നില്ല, പക്ഷെ മൂന്ന് അവസ്ഥകൾ നമുക്ക് അനുഭവപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ മൂന്ന് അവസ്ഥകൾ. ഈ വ്യത്യസ്തങ്ങളായ മൂന്നവസ്ഥകളിലും ഈ മൂന്നവസ്ഥകളും നിലനിൽക്കുന്നത് ഒരേ ചൈതന്യത്തിൽ തന്നെ, ഒരേ ബോധത്തിൽ തന്നെയാണ് ഈ മൂന്നവസ്ഥകളും മാറി മാറി വരുന്നത്. അതുകൊണ്ട് ഉപാസകൻ എന്ത് ചെയ്യുന്നു? ഈ മൂന്നവസ്ഥകളിലുമുള്ള ആ ചൈതന്യത്തിലാണ് മനസ്സിനെ ഏകാഗ്രമാക്കുന്നത്. ആ
ആ ചൈതന്യം ഒന്നാണ്. ജാഗ്രതത്തിലൊരു ചൈതന്യം, സ്വപ്നത്തിലൊരു ചൈതന്യം, സുഷുപ്തിയിലൊരു ചൈതന്യം, അങ്ങനെ നമുക്ക് അനുഭവമില്ല. മൂന്ന് പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട്? അവസ്ഥകളുടെ വ്യത്യാസങ്ങൾ. അവസ്ഥകളുടെ വ്യത്യാസം എന്താണ്? സ്ഥൂലമായും സൂക്ഷ്മമായും അവ്യക്തമായും അത് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ചൈതന്യം ഒന്ന് തന്നെ. അതുകൊണ്ട് പ്രാജ്ഞനിൽ വിലയിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാജ്ഞനിൽ ഏകീഭവിക്കുന്നു. അതുകൊണ്ട് വിലയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകീഭവനമാണ്, ഒന്നാണ്. ഏകീഭവനമാണ് പരമാർത്ഥം. മറ്റത് കേവലം നമ്മുടെ അനുഭവത്തിലുള്ളതും പരമാർത്ഥമല്ലാത്തതുമാണ്. ഇതാണ് സാദൃശ്യം. വിശ്വതൈജസന്മാർ പ്രാജ്ഞനിൽ ഏകീഭവിക്കുന്നു. അകാര ഉകാരങ്ങൾ മകാരത്തിൽ ഏകീഭവിക്കുന്നു. അഥവാ സാമാന്യാ, ഈ സാമാന്യം കൊണ്ടും ഏകത്വം പ്രാജ്ഞമകാരയോ, പ്രാജ്ഞമകാരങ്ങൾക്ക് ഏകത്വമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാജ്ഞൻ തന്നെ മകാരം, മകാരം തന്നെയാണ് പ്രാജ്ഞൻ എന്നുപാസകൻ ധ്യാനിക്കുന്നു. അപ്പോ വളരെ സ്പഷ്ടമായിരിക്കുന്ന ജാഗ്രത തുടങ്ങുന്നു. ജാഗ്രത അനുഭവമായതുകൊണ്ട് തന്നെ എന്താണ് അവിടെ യത്നം അധികം ആവശ്യമുണ്ട്. ഈ ജാഗ്രതയിലെ ഈ ചൈതന്യം ഇത് തന്നെയാണ് അകാരം എന്ന് ചിന്തിക്കുന്നതിന് പ്രയത്നത്തിന്റെ ആവശ്യമില്ല. സൂക്ഷ്മത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ക്ലിഷ്ടമാണ്. കാരണം അവിടെ അവ്യക്തതയുണ്ട്. അതുകൊണ്ടവിടെ പ്രയത്നപൂർവ്വം ചിന്തിക്കുന്നു. ഉകാരം തന്നെയാണ് തൈജസൻ. അതിനേക്കാൾ അവ്യക്തമായി പോകുന്നു സുഷുപ്തി. അവിടെ ചിന്തിക്കുന്നു മകാരം തന്നെയാണ് അവ്യക്തൻ, പ്രാജ്ഞൻ. വിശ്വനും തൈജസ്സനും അല്ലെങ്കിൽ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പ്രജ്ഞകൾ ഏകീഭവിച്ച് ഘനീഭവിച്ചിരിക്കുന്ന അവസ്ഥ, അത് ആ മകാരം തന്നെയാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നു. ഇതാണ് ഉപാസനയുടെ രീതി. അപ്പോൾ അതിൽ ജാഗ്രതും സ്വപ്നവും സ്പഷ്ടമായതുകൊണ്ട് സ്വപ്നത്തെ സംബന്ധിച്ച് ഇത് പ്രായോഗികമായി ചെയ്യുന്നവർക്ക് വലിയ വൈഷമ്യമൊന്നും വരാറില്ല. പക്ഷെ സുഷുപ്തിയെ സംബന്ധിച്ച് വരും, ഇത് പ്രായോഗികമായി ചെയ്തു നോക്കുന്നവർക്ക്. എന്തുകൊണ്ട്? സുഷുപ്തി എന്ന് പറയുന്നത് അവ്യക്തമാണ്. ഒരാൾ വെളിച്ചത്തെ ഭാവന ചെയ്താൽ അയാൾക്ക് വെളിച്ചമായിരിക്കും അനുഭവപ്പെടുന്നത്. അയാളുടെ ഭാവനയിൽ വെളിച്ചമായിരിക്കും. ഇരുട്ടിനെയാണ് ഒരാൾ ഭാവന ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ അനുഭവത്തിൽ ഇരുട്ടായിരിക്കും. അവിടെ പിന്നെ വെളിച്ചം വരത്തില്ല. വിശ്വതൈജസന്മാരെ ഒരാൾ ഭാവന ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചൈതന്യം അവിടെ സ്പഷ്ടമായി. പക്ഷെ പ്രാജ്ഞനെ സംബന്ധിച്ചിടത്തോളം, പ്രാജ്ഞനെ സംബന്ധിച്ചുള്ള നമ്മുടെ അനുഭവം എന്താണ്? ഉറക്കം, ഇരുള്, അവ്യക്തതയാണ്. അവിടെ നമുക്ക് ചൈതന്യത്തിന്റെ അനുഭവമില്ല. ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പോലെയുള്ള ചൈതന്യ അനുഭവം അവിടെ ഇല്ല. ഒരനുഭവമില്ല. ഒരനുഭവം ഉണ്ടെങ്കിൽ നമുക്കാകെയുള്ള അനുഭവം എന്താണ്? ഒരു ഇരുളിന്റെ അനുഭവമാണ്. അതിനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ അവിടെ അന്ധതയിൽ ചെന്ന് നിൽക്കത്തില്ലേ എന്നൊരു സംശയം വരും ചെയ്യുന്നവർ. അവിടെ അജ്ഞാനത്തിൽ, അന്ധതയിൽ, അല്ലെങ്കിൽ അവിവേകത്തിൽ, അവ്യക്തതയിലേക്കല്ലേ പോകുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? അതിനും അപ്പുറമുള്ള തുര്യനെ കുറിച്ച് പറയുന്നുണ്ട്. സുഷുപ്തിയെ ഭാവന ചെയ്തിട്ട് എങ്ങനെ തുര്യനിലെത്തിച്ചേരും? അവ്യക്തതയിൽ നിന്നെങ്ങനെ തുര്യനിലേക്ക് പോകുമെന്നുള്ള ഒരു സംശയമായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് അതൊരു, ഇവിടെ ഇനി പറയുന്നതാണ്, മനസ്സ് ലയത്തിലേക്ക് പോകും. ഉപാസകന്റെ മനസ്സ് ലയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും ഉണർത്തണം എന്നെല്ലാം പറയും. അങ്ങനെ ഒരു സംശയം വരാം. അങ്ങനെയല്ല സംഭവിക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. വിദ്വത് ഫലമാഹ. ഇവിടെ പറയുന്ന തരത്തിൽ ഉപാസിക്കുന്നവൻ അങ്ങനെ ഒരു അവ്യക്തതയിലേക്കോ അല്ലെങ്കിൽ ഇരുട്ടിലേക്കോ
ഇരുട്ടാണ് നമ്മുടെ അനുഭവം സുഷുപ്തിയെ സംബന്ധിച്ച്. അന്ധതയാണെങ്കിലും അവൻ അന്ധതയിലേക്കല്ല പോകുന്നത്. എന്തുകൊണ്ടാണ്? അത് അടുത്ത് പറയുന്നു. മിനോദിഹവ ഇദം സർവം ജഗത് യാഥാത്മ്യം ജാനാതി. മിനോദിഹവ ഇദം സർവം. ഇദം സർവം എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിനെ മിനോദി അവൻ അറിയുന്നു എന്നർത്ഥം. അതാണ് എന്റെ ഫലമായി പറയുന്നത്. അറിവില്ലായ്മയെ ധ്യാനിച്ചാൽ അവൻ എല്ലാം അറിയുന്നവനായി മാറുന്നു എന്നാണ്. ജഗത്തിനെ അറിയുന്നവനായി മാറുന്നു എന്നർത്ഥം. ജഗത്തിനെ അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗ്രതത്തിനും ജഗത്തിനെ അറിയുന്നുണ്ട്. അതിനുവേണ്ടി സുഷുപ്തിയെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താണ്? ജഗത്തിന്റെ യാഥാത്മ്യം, ജഗത്തിന്റെ തത്വം അവൻ അറിയുന്നു. ജഗത്തിന്റെ തത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ തത്വം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഉപാദാനമാണ്, അതിന്റെ കാരണമാണ്. വസ്ത്രത്തിന്റെ തത്വം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ തന്തുക്കളാണ്, അല്ലെങ്കിൽ നൂലാണ്, അല്ലെങ്കിൽ പഞ്ഞിയാണ്. കലത്തിന്റെ തത്വം എന്ന് പറയുന്നത് എന്താണ്? മണ്ണാണ്. അതുപോലെ ജഗത്തിന്റെ തത്വത്തെ അവൻ അറിയുന്നു. അതാണ് അതിന്റെ ഫലം. എന്തുകൊണ്ട്? കാരണം ഈ ജഗത്ത് ഇല്ലാത്ത സ്ഥാനമാണ്. ഈ ജഗത്ത് ഇതേ രൂപത്തിൽ ഇല്ലാത്ത സ്ഥാനമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ആ സുഷുപ്തിയെ ഭാവന ചെയ്യുന്നവന് വെളിപ്പെടുന്ന എന്തായിരിക്കും? ഈ ജഗത്തില്ലാതെ എന്താണോ അവിടെ ശേഷിക്കുന്നത് അതെന്താണ്? ഈ ജഗത്തിന്റെ തത്വമാണ്. എന്തുകൊണ്ട് പറയുന്നു? അവിടെ നിന്നാണ് ഈ ജാഗ്രത സ്വപ്നവും വരുന്നത്. അപ്പൊ ജഗത്തിന്റെ തത്വം സ്ഥിതി ചെയ്യുന്നത്, പാരമാർത്ഥികമായ അവസ്ഥ സ്ഥിതി ചെയ്യുന്ന ഇവിടെ സുഷുപ്തിയിലാണ്. അതുകൊണ്ട് ഈ ജഗത്തിന്റെ രഹസ്യം അവന് മനസ്സിലാകുന്നു. അപീതിഷ്ഠ, അടുത്ത് മറ്റൊന്ന് സംഭവിക്കുന്നു. എന്താണ്? ജഗത് കാരണാത്മാ ഭവതി. അവൻ ജഗത് കാരണ സ്വരൂപത്തിലായിത്തീരുന്നു. ജഗത്തിന് കാരണം എന്താണ്? മാണ്ഡൂക്യത്തിൽ പറയും അത് ചിത്തസ്പന്ദനമാണ്. അതാണ് ജഗത്തിന് കാരണമെന്ന് പറയും. മനസ്സ്പന്ദനമാണ് ജഗത്തിന് കാരണമെന്ന് പറയും. ആരുടെ മനസ്സ് സ്പന്ദിക്കുന്നു? തുര്യന്റെ മനസ്സ് സ്പന്ദിക്കുന്നു. തുര്യന്റെ മനസ്സ് സ്പന്ദിക്കുന്നതാണ് ഈ ജഗത്ത്. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മുടെ മനസ്സിന്റെ സ്പന്ദനമല്ല. ഈ അഹന്തയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന മനസ്സിന്റെ സ്പന്ദനമല്ല. ഈ മനസ്സിന് ജഗത്തിനെ സൃഷ്ടിക്കാനൊന്നും നോക്കത്തില്ല. സൃഷ്ടിയുടെ ഒരു ഭാഗമായിപ്പോയി. എന്റെ മനസ്സിന്റെ സ്പന്ദനമല്ല ജഗത്തെന്ന് പറയുന്നത്. തുര്യന്റെ മനസ്സ്പന്ദനമാണ്. തുര്യന്റെ ആ മനസ്സ് തുര്യനോട് ഏകീഭവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അവിടെ നിന്നത് സ്പന്ദിക്കുന്നു. അതുകൊണ്ട് ജഗത് കാരണസ്വരൂപൻ ആയിത്തീരുന്നു ആരുപാസകൻ. നേരത്തെ പറഞ്ഞു ഉപാസകൻ എന്താണ്? തുടങ്ങുന്നത് എങ്ങനെ? അകാരം ആണ് വിശ്വൻ എന്ന് ഓങ്കാരത്തെ ആശ്രയിച്ചിട്ട് ഭാവന ചെയ്യുന്നു, ചിന്തിക്കുന്നു. ആ വിശ്വൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി പോകുന്നു? താനായി പോകുന്നു, ചുരുങ്ങിപ്പോകുന്നു. താൻ മാത്രമല്ലല്ലോ ഈ ജഗത്തെന്ന് പറയുമ്പോൾ. വിരാട് താൻ മാത്രമല്ല. അപ്പൊ ഈ വിരാട്ടിന് മൊത്തമായിട്ടൊരു വിശ്വം വേണം. അതെന്താണ്? വൈശ്വാനരൻ. അപ്പോൾ ഉപാസകൻ ഭാവന ചെയ്യുന്ന എന്താണ്? ഈ വിശ്വൻ വൈശ്വാനരനാണ്. അകാരം വിശ്വനായി, വിശ്വൻ വൈശ്വാനരനായി, വിരാട്ടായി. അതുപോലെ തന്നെ ഉകാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ ഉകാരം തൈജസനാണ്. തൈജസൻ എന്ന് പറയുമ്പോൾ തന്റെ ഉള്ളിൽ ഇരുന്ന സൂക്ഷ്മമായ ഭാവങ്ങളെയൊക്കെ അറിയുന്ന ചൈതന്യം. അത് ഈ ശരീരം കൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അത് ഈ ജഗത്തിന്റെ സൂക്ഷ്മമായ അവസ്ഥയാകാൻ വഴിയില്ല. അതുകൊണ്ട് അവനെന്ത് ധരിക്കുന്നു? ഈ തൈജസൻ തന്നെയാണ് ഹിരണ്യഗർഭനായിരിക്കുന്നത്. വിശ്വൻ തന്നെയാണ് തൈജസനായിരിക്കുന്നത്.
ആ വിരാട് തന്നെയാണ് ഹിരണ്യഗർഭനായിരിക്കുന്നത്. ആ ഹിരണ്യഗർഭന്റെ പ്രകടമായ സ്ഥൂലമായ വ്യക്തമായ ഭാവമാണ് ഈ വിരാട്. വാസ്തവത്തിൽ ആ വിരാട് എന്താണ്? ഹിരണ്യഗർഭൻ തന്നെയാണ്. സൂക്ഷ്മത്തിൽ നിന്നാണ് സ്ഥൂലം വരുന്നത്. അപ്പോൾ താൻ എന്റെ സ്വപ്നം അതല്ല ഈ ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന താനല്ല ഈ ലോകം. അനേകം ജീവന്മാർക്ക് അനേക സ്വപ്നങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ചൈതന്യം, അത് ജാഗ്രതത്തിലെ സ്വപ്നമാകാം, അല്ലെങ്കിൽ സുഷുപ്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്വപ്നമാകാം, ഏതായാലും ശരി. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്? സൂക്ഷ്മ പ്രപഞ്ചം, സമഷ്ടിയായിരിക്കുന്ന സൂക്ഷ്മ ചൈതന്യം, സർവസൂക്ഷ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ചൈതന്യം ഹിരണ്യഗർഭൻ. അതാണ് തൈജസ്സനെന്ന് കാണുന്നത്. പിന്നെ അവനെന്താണ് ഭാവന ചെയ്യുന്നത്? മകാരമാണ് പ്രാജ്ഞൻ. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യക്തൻ, ഒന്നും അറിയാതിരിക്കുന്നവൻ, എല്ലാം മറന്നിരിക്കുന്നവൻ. സുഷുപ്തിയിൽ എല്ലാം മറന്നിരിക്കുകയാണല്ലോ, എല്ലാം വിസ്മരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ അവിടെ പിന്നെ അറിവിന് സ്ഥാനമില്ല, അവിടെ പിന്നെ അവ്യക്തമായി പോകുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നു അജ്ഞാനമാണെന്ന് പറയുന്നു. ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി ഞാൻ എന്റെ ഉറക്കം, ഈ ഉറങ്ങുന്ന ഞാനാണ് പ്രാജ്ഞനെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും അവ്യക്തമാണ്. പക്ഷെ ഇവിടെ ഉപാസകൻ അങ്ങനെയല്ല. ആ പ്രാജ്ഞനെ ആരായിട്ട് കാണുന്നു? അന്തര്യാമിയായിട്ട് കാണുന്നു. ആ പ്രാജ്ഞൻ തന്നെയാണ് അന്തര്യാമി എന്ന് പറഞ്ഞാൽ ഉണർന്നിരുന്നുറങ്ങുന്നവൻ, അതാണ് അന്തര്യാമി. മുമ്പ് പ്രാജ്ഞനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്നവനാണ് അന്തര്യാമി. നമ്മൾ എന്നെ സംബന്ധിച്ച് ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി ഞാൻ ചിന്തിക്കുമ്പോൾ എന്താണ്? ഞാൻ ഉറങ്ങുന്നു, ഒന്നും അറിയുന്നില്ല. പക്ഷേ അന്തര്യാമിക്ക് ഉറക്കമുണ്ടോ? അന്തര്യാമിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അന്തര്യാമിയാണ് ജഗത് കാരണരൂപത്തിലിരിക്കുന്നത്. ഈ സൃഷ്ടിയുടെ എല്ലാ കാരണഭാവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉറങ്ങാൻ പറ്റത്തില്ല. അത് ഉറങ്ങുന്നാൽ എന്നെ സംബന്ധിച്ചെന്താണ്? അത് അവ്യക്തമാണെന്നേ ഉള്ളൂ. അവിടെ അജ്ഞാനമുണ്ടെന്നോ അത് അവ്യക്തമാണെന്നോ ഒക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അത്ര മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ച് അത് അവ്യക്തമാണ്. പക്ഷെ അന്തര്യാമി അത് ഉറങ്ങുന്നവനല്ല. അന്തര്യാമി ഉറങ്ങാതിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രാജ്ഞന് ഉണരാൻ കഴിയുന്നത്. ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഈ ജീവഭാവം സുഷുപ്തിയിലേക്ക് പോകുമ്പോഴും ഈ ശരീരം നിലനിൽക്കുന്ന എന്തുകൊണ്ട്? ഈ ശരീരത്തിന് എന്തുകൊണ്ടും മരണം സംഭവിക്കുന്നില്ല. സുഷുപ്തിയും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് ഈ അന്തര്യാമിയുടെ ഉണർവെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാജ്ഞനും അന്തര്യാമിയും ഒന്നാണെന്ന് ധരിക്കുന്നവൻ എന്താണ്? അവിടെ അവൻ അങ്ങനെ ധരിക്കുന്നത് കൊണ്ട്, അങ്ങനെ അവൻ ഭാവന ചെയ്യുന്നതുകൊണ്ട് അവനവിടെ അജ്ഞതയിലേക്കോ അല്ലെങ്കിൽ അവ്യക്തതയിലേക്കോ പോകുന്നില്ല. ഉപാസകൻ അങ്ങനെ ചിന്തിക്കുന്നു, ജഗത് അന്തര്യാമിയായി തന്നെ ചിന്തിക്കുന്നു. ആ അന്തര്യാമിയുടെ മനസ്സ്പന്ദനമാണ്. അത് സ്ഥൂലരൂപത്തിൽ സ്പന്ദിക്കുമ്പോൾ സ്ഥൂല ജഗത്തായി, സൂക്ഷ്മരൂപത്തിൽ സ്പന്ദിക്കുമ്പോൾ അത് സൂക്ഷ്മ ജഗത്തായി. അന്തര്യാമിയിലാണ് അനേക വിശ്വന്മാരും അനേക പ്രാജ്ഞന്മാരും നിലനിൽക്കുന്നത്. അനേക തൈജസ്സന്മാരും അവിടെയാണ് നിലനിൽക്കുന്നത്. ആ അന്തര്യാമി കാരണരൂപത്തിൽ, ആ അന്തര്യാമിയുടെ മനസ്സ് സ്പന്ദിക്കുന്നതാണ്. അതൊരു സ്പന്ദനമാണ്, കാരണരൂപത്തിലുള്ള സ്പന്ദനം എന്ന് പറയാം. അതാണ് സുഷുപ്തി. അവിടെ എന്ത് ചെയ്യുന്നു? അന്തര്യാമി ഉണർന്നിരിക്കുന്നു. അപ്പൊ എവിടെയൊക്കെ ഇത് മനസ്സ്പന്ദനമാണ്, ഇത് സങ്കല്പമാണെന്നൊക്കെ പറയുന്നു, അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ജഗത് കാരണാത്മാ ഇവിടെ പറഞ്ഞു. ജഗത് കാരണസ്വരൂപനായിരിക്കുന്ന ആ അന്തര്യാമിയുടെ സ്പന്ദനമാണ്. അതിനെയാണ് നമ്മൾ മായയെന്നോ അവിദ്യയെന്നോ
അനന്തമായ ബ്രഹ്മശക്തി എന്നൊക്കെ വിളിക്കുന്ന അതിനെയാണ്. അതാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. അല്ലാതെ അല്പനായിരിക്കുന്ന ഞാനും എന്റെ സങ്കല്പങ്ങളും ഒന്നും ജഗത്തിനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ ഈ അല്പനായിരിക്കുന്ന ഞാൻ വിലയിച്ചു പോകുന്നു, എന്റെ എല്ലാ സങ്കല്പങ്ങളും വിലയിച്ചു പോകുന്നു. പക്ഷെ അന്തര്യാമി എന്ത് ചെയ്യുന്നു? ഉണർന്നിരിക്കുന്നു. ഈ ഉറക്കത്തെ നിലനിർത്തിക്കൊണ്ട് ഉണർന്നിരിക്കുന്നു. അന്തര്യാമിക്ക് എന്തുകൊണ്ട് ഉണർന്നിരിക്കാൻ കഴിയുന്നു? അത് ചൈതന്യ സ്വരൂപനാണ്. ആ അന്തര്യാമിയാണ് ഈ പ്രാജ്ഞനെന്ന് ഉപാസകൻ ഭാവന ചെയ്യുന്നു. അപ്പോൾ അവിടെ ശൂന്യത, അന്ധത ഇതൊന്നും അവന് സംഭവിക്കുന്നില്ല. അവൻ അജ്ഞനാകുന്നില്ല ഉപാസകൻ. ഉപാസകൻ അവിടെയും എന്താണ്? പരമകാരണമായ ചൈതന്യത്തെ തന്നെ അനുഭവിക്കുന്നു. അതാണ് പറയുന്നത് അപീതിച്ച ജഗത് കാരണാത്മാ ഭവതി. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവന് ജഗത് ഉറങ്ങിക്കിടക്കുന്ന ഞാൻ എനിക്കെങ്ങനെ ഈ ജഗത്തിന് കാരണമാകാൻ കഴിയും? ഉണർന്നിരുന്നാൽ കൂടി എനിക്ക് കഴിയുന്നില്ല. പിന്നെ ഉറങ്ങുമ്പോൾ ഞാനെങ്ങനെ ഈ ജഗത്തിന് കാരണക്കാരനാകും? എനിക്ക്, അതായത് ഈ പറയുന്ന അഹന്തയ്ക്ക് അതിന് ശേഷിയില്ല. ഈ കേവലമായിരിക്കുന്ന അഹംഭാവത്തിലുള്ള ഈ ചൈതന്യ സ്ഫുരണം അത് കേവലം ഈ വൃത്തിയെ ആശ്രയിച്ച്, അഹം വൃത്തിയെ, അഹമെന്ന് പറയുന്ന മനസ്സിന്റെ പരിണാമത്തെ ആശ്രയിച്ച് സ്ഫരിക്കുന്ന ഇതിനതിന് ശേഷിയില്ല. പക്ഷേ ഇതിനെ നിലനിർത്തുന്ന അന്തര്യാമിക്ക് ശേഷിയുണ്ട്. ആ അന്തര്യാമിയോട് ഉള്ള താതാത്മ്യത്തെ ഭാവന ചെയ്യുമ്പോഴാണ് അവൻ ജഗത് കാരണാത്മാവായി തീരുന്നത്. അങ്ങനെ പറയുന്നിടത്തെല്ലാം മനസ്സിലാക്കണം, അവിടെ പറയുന്നത് അന്തര്യാമിയാണ്. ഇനി വരുന്ന ഭാഗങ്ങളിലെല്ലാം ആവർത്തിച്ച് പറയും എന്താണ്? ഈ ജഗത്ത് കൽപ്പനയാണ്, ഇത് മനസ്സിന്റെ സ്പന്ദനമാണ് എന്നെല്ലാം പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ സാധാരണ രീതിയിൽ ഇത് വായിച്ചു പഠിക്കുന്നവർ എല്ലാം തിരിച്ചറിക്കുന്നതാണ്, ഇത് എന്റെ മനസ്സിന്റെ സങ്കല്പമാണ്. അല്ല, കാരണം എന്റെ മനസ്സും ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമായിരിക്കുന്ന എന്റെ മനസ്സിന് ആണ് ബാക്കിയുള്ള എല്ലാം സൃഷ്ടിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ എന്റെ മനസ്സിനാരും സൃഷ്ടിച്ചു? അപ്പൊ എന്റെ മനസ്സിനെ സൃഷ്ടിച്ച ഒരാളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അന്തര്യാമി. അത് കേവലം എന്റെ മനസ്സിന് മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവൻ അത് കാരണ സ്വരൂപത്തിലിരിക്കുന്നു. അതാണ് ജഗത് കാരണാത്മാ. അതാണ് ഉപാസകന്റെ അനുഭവം. ഉപാസകൻ അവിടെ എത്തിച്ചേരും. അല്ലാതെ ഞാൻ എന്റെ മനസ്സ് ഇങ്ങനെ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തിയ വളരെ സങ്കുചിതമായ ചിന്തയിൽ ഞാൻ ബ്രഹ്മമാണെന്ന് അഭിമാനിക്കുകയല്ല ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നാക്കുകൊണ്ട് പറയുകയാണ് ഇതെന്റെ സങ്കല്പമാണ് പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് പരമ അബദ്ധമാണ്. അദ്വൈതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ആൾക്കാർ പ്രസംഗിക്കുന്ന കേട്ടിട്ട് അത് നമ്മൾ ഒരിക്കലും ഏറ്റുപറയരുത്. ഒരിക്കലും എനിക്കോ എന്റെ സങ്കല്പത്തിനോ ഒന്നും ഈ ജഗത്തിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അന്തര്യാമി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈശ്വരൻ അത് നിർവഹിക്കുന്നു എന്ന് പറയുന്നു. അന്തര്യാമിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അത് നിർവഹിക്കുന്നു എന്ന് പറയുന്നതാണ് പരമാർത്ഥം. അദ്വൈതം ഒരിക്കലും അതിനെ നിഷേധിക്കുന്നൊന്നല്ല. അതാണ് ജഗത് കാരണാത്മാവായിരിക്കുന്നത്. അവിടെ നിന്ന് അപ്പൊ മകാരം അവിടെ വരെ എത്തിക്കുന്നു. മകാരം അതുവരെ ഉപാസകനെ ചിന്തിക്കാൻ സഹായിക്കുന്നു. മകാരം അമാത്രയാണ്, എന്നുവെച്ചാൽ അതിനൊരു വ്യക്തമായ രൂപമില്ല. ശബ്ദത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരിയാണ്, വ്യഞ്ജനങ്ങൾ സ്വരത്തിന്റെ സഹായത്തെ കൂടാതെ ഉച്ചരിക്കാൻ പറ്റത്തില്ല. സ്വരസഹായം കൂടാതെ ഏതെങ്കിലും ഒരു വ്യഞ്ജനത്തെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് അവ്യക്തമായൊരു ശബ്ദം ആയിട്ടേ വരത്തുള്ളൂ. ആ ശബ്ദത്തിലൊരു അവ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് അത് ഈ പ്രാജ്ഞനെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? പ്രാജ്ഞനും അവ്യക്തമാണ്. പ്രാജ്ഞനിൽ നമ്മുടെ ഭാവന നിൽക്കുന്നിടത്തോളം കാലം മനസ്സ് അവ്യക്തമായിരിക്കും. പ്രാജ്ഞനെ കുറിച്ച് നമുക്കൊന്നും ധരിക്കാൻ പറ്റത്തില്ല. അതേസമയം അന്തര്യാമിയിലേക്ക് പോയാലോ
അവിടെ വ്യക്തമാണ്. ജഗത് കാരണനായിരിക്കുന്ന ചൈതന്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ പ്രാജ്ഞൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ചൈതന്യം, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ കർണാദികളെ സംരക്ഷിക്കുന്ന ചൈതന്യം, സാമാന്യമായ രീതിയിൽ ആധ്യാത്മികമായി ഒന്നുമല്ലാതെ ഭൗതികമായി ചിന്തിച്ചാലും മനസ്സിലാവും. എന്താണ് ഈ നമ്മുടെ പ്രജ്ഞ നശിച്ച് പൂർണ്ണമായും വിലയിച്ചിരിക്കുന്ന സമയത്തും ഉള്ളിൽ ഏതോ ഒരു ചൈതന്യം ഈ ശരീരത്തിനെയും എല്ലാ കർണങ്ങളെയും നിലനിർത്തുന്നു. അത് ഈ പ്രജ്ഞയല്ല, കാരണം അത് വിലയിച്ചിരിക്കുകയാണ്. അതിനെയാണ് ഇവിടെ ജഗത് കാരണാത്മാ എന്ന് പറയുന്നത്. അതെന്താണ്? ആ തുര്യൻ തന്നെ കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ആ തുര്യന്റെ ചിത്തം കാരണരൂപത്തിൽ സ്പന്ദിക്കുന്നതാണ്. സർവത്തിനും ഉറവിടമായി, എന്ന് വെച്ചാൽ ജാഗ്രതത്തിനും സ്വപ്നത്തിനുമെല്ലാം ഉറവിടമായി നിൽക്കുന്നതാണ്. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്, വിശ്വതേജസ്സന്മാർക്ക് ഈ പ്രാജ്ഞൻ ഒരു അളവ് പാത്രം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അവിടെ പ്രാജ്ഞൻ എന്ന് പറയുമ്പോൾ എന്താണ്? അന്തര്യാമി ഭാവം. പ്രാജ്ഞനും അന്തര്യാമിയും ഒന്ന് തന്നെ. ആ പ്രാജ്ഞനെ നമ്മൾ, ആ അന്തര്യാമിയെ നമ്മൾ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി, ഞാൻ എന്നുള്ളതിനോട് ബന്ധപ്പെടുത്തി എന്റെ ഉറക്കം എന്നെല്ലാം പറയുമ്പോൾ അത് വളരെ നിസ്സാരമായി. ഇപ്പോൾ അതിനെ നമ്മൾ പ്രാജ്ഞനെന്ന് പറയുന്നു. അത് വിട്ടിട്ട് നമ്മൾ ജഗത് കാരണരൂപത്തിൽ തുര്യനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അത് അന്തര്യാമിയായി, ഈശ്വരനായി. അപ്പോൾ അതുവരെ അവിടെ എത്തിച്ചേരുന്നു ഉപാസകൻ. അന്തര്യാമി തന്നെയാണ് തുര്യൻ. അന്തര്യാമി എന്തുകൊണ്ട് വിളിക്കുന്നു? ജഗത് കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യും. തുര്യനെ കുറിച്ച് അടുത്ത് പറയുന്നതാണ്, അവൻ അമാത്രനാണ്. അവൻ ആ കാരണഭാവത്തെയും വെടിഞ്ഞു നിൽക്കുമ്പോൾ അതിനെ തുര്യനെന്ന് പറയും. അതടുത്ത് പറയും. കാരണഭാവത്തെയും ഉപേക്ഷിക്കും. കാരികയിൽ അത് സ്പഷ്ടമാകും. കാരണരൂപത്തിൽ നിൽക്കുന്നിടത്തോളം കാലം എന്ത് വരുന്നു? തനിക്ക് വിശ്വനായും തൈജസ്സനായും വീണ്ടും വീണ്ടും വരേണ്ടി വരുന്നു. ആ കാരണരൂപത്തെ വെടിഞ്ഞാലോ അവിടെ തുര്യനായി പ്രകാശിക്കുന്നു. ആ തുര്യൻ എവിടെ പ്രകാശിക്കുന്നു? കാരണരൂപത്തെ വെടിഞ്ഞിട്ട് കാര്യത്തിലും കാരണത്തിലും സർവത്ര പ്രകാശിക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അവൻ പ്രകാശിക്കുന്നു. നേരത്തെ മുമ്പ് പറഞ്ഞു എന്താണ്? ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ആ പ്രാജ്ഞൻ അനുവർത്തിക്കുന്നുണ്ട്. ആ പ്രാജ്ഞൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അനുവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ തുര്യന്റെ പ്രകാശം തടസ്സമില്ലാതെ അനുഭവപ്പെടാത്തത്. ആ അനുവൃത്തി ഇല്ലാതായി കഴിഞ്ഞാൽ തുര്യൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഇതിനെല്ലാം ആധാരമായി പ്രകാശിക്കുന്നു. ആ തുര്യനെ എന്ത് പറയുന്നു? അമാത്രൻ എന്ന് പറയുന്നു. മകാരത്തെ എന്താണ് പറയുന്നത്? അർദ്ധമാത്രൻ. മറ്റത് അമാത്രൻ. അമാത്രനായിരിക്കുന്നു തുര്യൻ എന്ന് പറയുന്നു. ഇവിടെ ഉപാസകൻ എന്ത് ചെയ്യുന്നു? സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിൽ നിന്നും കാരണത്തിലേക്ക് ചെല്ലുന്നു. കാരണത്തിൽ ചെല്ലുമ്പോൾ അവൻ ഭാവന ചെയ്യുന്ന എന്താണ്? ഈ കേവലമായ പ്രാജ്ഞനെയല്ല, അന്തര്യാമി. അന്തര്യാമി എന്ന് പറയുമ്പോൾ ഈ ജാഗ്രത സ്വപ്നങ്ങളെന്ന് പറയുന്ന ഈ വിക്ഷേപങ്ങളൊന്നും കൂടാതെ കേവലം കാരണരൂപത്തിൽ നിൽക്കുന്നതാണ് അന്തര്യാമി, നിൽക്കുന്ന ചൈതന്യമാണ്. അതിനെയാണ് അമാത്രമായ മകാരം എന്ന് ചിന്തിക്കുന്നത്, അർദ്ധമാത്രമായ മകാരം എന്ന് ചിന്തിക്കുന്നത്. അർദ്ധമാത്ര കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത്? അമാത്ര വരണം, മാത്രാരഹിതനാണ്. ഓങ്കാരം മാത്രാരഹിതമായി തീരും. മാത്രാരഹിതമായി തീരുന്ന തുര്യനാണ് താൻ എന്നടുത്ത് ഭാവന ചെയ്യുന്നു. അർദ്ധമാത്രയിൽ നിന്നും അമാത്രയിലേക്ക് അവൻ ഭാവനയിലൂടെ എത്തിച്ചേരും. എന്ന് പറയുമ്പോൾ പ്രാജ്ഞനെ കുറിച്ച് എന്താണ് ചിന്തിച്ചത്? അത് തൈജസ്സിനിൽ നിന്നും വേറെയല്ല, ആ പ്രാജ്ഞൻ അന്തര്യാമിയിൽ നിന്നും വേറെയല്ല എന്ന് ചിന്തിക്കുന്നു. ആ പ്രാജ്ഞൻ തൈജസ്സിനിൽ നിന്നും വേറെയല്ല, ആ പ്രാജ്ഞൻ
അന്തര്യാമിയിൽ നിന്നും വേറെയല്ല. പ്രാജ്ഞൻ അന്തര്യാമി തന്നെയാണ്. അന്തര്യാമിയാണെങ്കിലോ കാര്യകാരണാതീതനായ തുര്യനിൽ നിന്നും വേറെയല്ല എന്ന് ചിന്തിക്കുന്നു. അവിടെ കൊണ്ടൊന്നിരുന്നില്ല. ആ തുര്യൻ താൻ തന്നെയാണെന്ന് ഭാവന ചെയ്യുന്നു. അവിടെയാണ് ഉപാസനയുടെ അവസാനം. തുര്യനെ താനായി ഭാവന ചെയ്യുന്നു. അല്ല നീ ബ്രഹ്മമാണ് അല്ലെങ്കിൽ നീ ആത്മാവാണെന്നൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ പതിയുന്ന എന്തായിരിക്കും? ഒന്നുകിൽ ഈ ശരീരമാണ് താനെന്നോ അല്ലെങ്കിൽ തന്റെ മാനസിക തലത്തിലോ എവിടെയെങ്കിലും ആയിരിക്കും താൻ ധരിക്കുന്നത്. അതാണ് താനെന്ന് ധരിക്കും. തന്റെ വികാര വിചാരങ്ങളോ ഏതെങ്കിലും ഭാവങ്ങളെ താനെന്ന് ധരിക്കും. ഇവിടെ ഉപാസനയിൽ എന്ത് ചെയ്യുന്നു? ഓരോന്നിനെയും അടുത്തതിനോട് അഭേദമാക്കി പരമകാരണമായിരിക്കുന്ന അന്തര്യാമിക്കും അപ്പുറമായിരിക്കുന്നതാണ് തുര്യന്റെ യഥാർത്ഥ സ്ഥിതി എന്ന് ബോധിപ്പിക്കുന്നു. അതിനെ താനാണെന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ അനേക ജന്മങ്ങളുടെ സംസ്കാരം കൊണ്ട് അവന്റെ മനസ്സിൽ സഹജമായി സ്ഫുരിക്കുന്ന ഈ ആത്മബോധം, ആ ബോധം എന്ന് പറയുന്നത് അനേക കലർപ്പുകളോട് കൂടിയതാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഈ കലർപ്പുകളോട് കൂടിയതാണ്. അതിൽ നിന്ന് ഈ കലർപ്പുകളെല്ലാം മാറ്റി അവന്റെ വാസ്തവത്തിലുള്ള സ്വരൂപത്തെ ബോധിപ്പിക്കും. അങ്ങനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപാസനാ രീതി ഇവിടെ പറയുന്നത്. അത് സംഭവിക്കുന്നു എന്നർത്ഥം. ഇത് ഓങ്കാര ഉപാസനയുടെ മുഖ്യമായ ഫലമാണ്, അവാന്തര ഫലമല്ല എന്ന് പറയുന്നു. അത്ര അവാന്തര ഫലവചനം പ്രധാന സാധനസ്തുത്യർത്ഥം. ഇവിടെ പ്രധാന സാധന എന്ന് പറയുന്നത് എന്താണ്? ഓങ്കാര ഉപാസനയാണ്. അതിന്റെ ഫലമാണ് ഇവിടെ മുഖ്യമായ ഫലം. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഈ സംസാര നിവൃത്തി, തുരീയ സാക്ഷാത്കാരം, അതാണ് അതിന്റെ ഫലം. അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതിനൊന്നും പ്രാധാന്യം കൊടുക്കണ്ട. സംസാര നിവൃത്തി അവനിൽ സംഭവിക്കുന്നു ഉപാസന കൊണ്ട്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഏവം വേദ, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, അങ്ങനെ ഉപാസിക്കുന്നവന് സംസാര നിവൃത്തി സംഭവിക്കുന്നു, തുരീയ സാക്ഷാത്കാരം സംഭവിക്കുന്നു, അങ്ങനെ അജ്ഞാന നിവൃത്തി സംഭവിക്കുന്നു. അതാണ് അതിന്റെ ഫലം. അപ്പോൾ വിശ്വനിൽ തുടങ്ങി വൈശ്വാനരിലൂടെ, തൈജസ്സിൽ നിന്ന് ഹിരണ്യഗർഭനിലൂടെ, പ്രാജ്ഞനിൽ നിന്ന് അന്തര്യാമിയിലൂടെ തുര്യനിൽ എത്തിച്ചേരുക. അതിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്നു ഒന്നിനോട് അഭേദമാണെന്ന് ചിന്തിക്കുക. അതാണ്. അല്ല, ഇവിടെ വാസ്തവത്തിൽ ഒരു കടന്നുപോക്കൊന്നുമില്ല. ഒരുവൻ വിശ്വനിൽ നിന്ന് തൈജസ്സിലേക്ക് പ്രവേശിക്കുന്നൊന്നുമില്ല. വിശ്വൻ തൈജസ്സിനിൽ നിന്ന് ഭിന്നനല്ല എന്നറിയുന്നതേ ഉള്ളൂ. തൈജസ്സൻ പ്രാജ്ഞനിൽ നിന്ന് ഭിന്നനല്ല എന്നറിയുന്നു. ആ പ്രാജ്ഞൻ അന്തര്യാമി തന്നെ എന്നറിയുന്നു. അന്തര്യാമി തുര്യനിൽ നിന്നും വേറെയല്ല എന്ന് ധരിക്കുന്നു. അപ്പോൾ അന്തര്യാമിയും തുര്യനും തമ്മിൽ വ്യത്യാസമൊന്നും. തുര്യനിൽ ആരോപിക്കുന്നതാണിതല്ല. ആ തുര്യന്റെ തന്നെ മനസ്പന്ദനം കൊണ്ട് അനുഭവപ്പെടുന്നതാണിതല്ല. അതിനെ ആത്യന്തികമായി നിഷേധിക്കുന്നു. നിഷേധിച്ച് തുര്യന്റെ വാസ്തവ സ്വരൂപത്തെ ബോധിക്കുന്നു. അതാണ് ഉപാസനയുടെ രീതി. അതാണ് ഇവിടെ പറയുന്നത്. അതിനെ ഒന്നുകൂടി ലളിതമായ ഭാഷയിൽ പറയുന്നതിന് അടുത്ത് വരുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഉപനിഷത്തിന്റെ ഭാഷ ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അതിനെ കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ അടുത്ത് കാരികയിൽ പറയുന്നു. 19ാമത്തെ കാരിക. വിശ്വസ്യത്വവിവക്ഷായാം ആദിസാമാന്യമുത്കടം മാത്രാ സംപ്രതിപത്തോ സ്യാദ് ആപ്തിസാമാന്യമേവ ച.
അകാര ഉകാര മകാരങ്ങൾ എന്ന് പറയുന്ന 3 അംശങ്ങൾ, മാത്രകളെന്ന് ഇവിടെ പറയുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എന്ന് പറയുന്ന 3 ഭാഗങ്ങൾ. ആത്മാവിനെ ഇവിടെ 3 ഭാഗമായി തിരിക്കുകയാണ്. ഭാവന ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഒന്നിനെ 3ആയി തിരിക്കുന്നു. ഇതിനെ അകാരമാണ്, വിശ്വനുകാരമാണ്, തൈജസൻ മകാരമാണ്, പ്രാജ്ഞനെന്ന് പറയണമെങ്കിൽ മുമ്പ് പറഞ്ഞല്ലോ, ഇതിനെന്തെങ്കിലും സാദൃശ്യം വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞുകൂടെ. ഓങ്കാരത്തിന്റെ ഭാഗങ്ങളായിരിക്കുന്ന ഇവയും ആത്മാവുമായിട്ടുള്ള സാദൃശ്യം, ആ സാദൃശ്യത്തെ ആശ്രയിച്ചിട്ടാണ് ഉപാസന വേണ്ടത്, ഭാവന വേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. വിശ്വസ്യ അത്വവിവക്ഷായാം, ഭാഷ്യത്തിൽ പറയുന്നു വിശ്വസ്യ അത്വം അകാരമാത്രത്വം യഥാ വിവക്ഷ്യതേ. വിശ്വന് അകാരമായി, വിശ്വനെന്ന് പറയുന്ന ഈ ഓങ്കാരത്തിന്റെ അകാരം തന്നെയാണ്. ഓങ്കാരത്തിന്റെ അകാരം ആ വിശ്വനോട് താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, എന്ന് ഉപദേശിക്കുമ്പോൾ, ആര്? ഉപാസകനോട് ശ്രുതി ഉപദേശിക്കുന്നു. ആ വിശ്വൻ അകാരം തന്നെയാണ് എന്ന് ഉപദേശിക്കുമ്പോൾ, അങ്ങനെ ഉപദേശിക്കുന്നതിന് ആ വിശ്വനെയും അകാരത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ആദിമത്വ സാമാന്യം. അതാണ് അവിടുത്തെ ആദിത്വ സാദൃശ്യം. മുമ്പ് പറഞ്ഞല്ലോ, ഈ അനുഭവത്തിൽ ആദിയിൽ വരുന്നു. നമ്മുടെ എല്ലാ ചിന്തകൾക്കും ഭാവനകൾക്കും എല്ലാം തുടക്കം ഇവിടെയാണ്, ഈ ജാഗ്രതാണ്. വിശ്വനാണ് ആദി. അതുപോലെ ഓങ്കാരം, അതിന്റെ സ്പഷ്ടമായ തുടക്കം ആകാരത്തിലാണ്. അതുകൊണ്ട് അകാരത്തിൽ തുടങ്ങാം. ആത്മധ്യാനം അകാരത്തിൽ തുടങ്ങാം. എന്തുകൊണ്ട് അകാരത്തിൽ തുടങ്ങുന്നു? ആദിത്വ സാമാന്യം കൊണ്ട്. ഉക്തന്യായേന അത് മുമ്പ് വിശദീകരിച്ചു. ഉത്കടം ഉദ്ഭൂതം ദൃശ്യത, അത് വളരെ സ്പഷ്ടമാണ്. എന്തിനെങ്കിലും ഒന്നിനെ ആശ്രയിച്ച മനസ്സിന് നിൽക്കാൻ പറ്റും, ഒരു ആലംബനം മനസ്സിന് വേണം. അതുകൊണ്ട് ഓമിലെ അകാരത്തിൽ തുടങ്ങുന്നു, ഇവിടെ വിശ്വനിൽ തുടങ്ങുന്നു. അതുകൊണ്ട് അകാരമാണ് വിശ്വൻ എന്ന് ചിന്തിക്കുക. അത്വവിവക്ഷായ വ്യത്യസ്യ വ്യാഖ്യാനം മാത്രാ സമ്പ്രതിപത്തു. അതായത് വിശ്വസ്യ അത്വവിവക്ഷായ എന്നാണ് കാരികയിൽ. അതിന്റെ 3ാമത്തെ പാദമാണ് മാത്രാ സമ്പ്രതിപത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വസ്യ അത്വവിവക്ഷായ എന്ന് പറയുന്നത് കഴിഞ്ഞു വരേണ്ടതാണെന്നാണ് പറയുന്നത്. വിശ്വസ്യ അത്വവിവക്ഷായ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണ് മാത്രാ സമ്പ്രതിപത്തി. സമ്പ്രതിപത്തി എന്ന് പറഞ്ഞാൽ ധ്യാനം, ഉപാസന, ഭാവന. മാത്രാ സമ്പ്രതിപത്തി അകാരധ്യാനം, അകാരത്തെ വിശ്വനായി ധ്യാനിക്കുക. അതിൽ അപ്പോ വിശ്വസ്യ അത്വവിവക്ഷ, വിവക്ഷ എന്ന് പറഞ്ഞാൽ അതിനെ പറയുക, ബോധിപ്പിക്കുക എന്നൊക്കെയാണ്. ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നു. അപ്പോൾ ബോധിപ്പിക്കുന്നതുകൊണ്ടിവിടെ ജോലി തീർന്നില്ല. കേൾക്കുന്നവൻ എന്ത് ചെയ്യണം? അവനിൽ ഈ സംപ്രതിപത്തി ഉണ്ടാവണം. സംപ്രതിപത്തി എന്ന് പറയുന്നത് ശ്രോതാവിനുണ്ടാകേണ്ടതാണ്. സമ്യക്കായിട്ടുള്ള പ്രതിപത്തി എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഭാവന അതുണ്ടാവും. അപ്പൊ ഇത് വക്താവിന്റെ നിലയിൽ നിന്നുകൊണ്ടും ശ്രോതാവിന്റെ നിലയിൽ നിന്നുകൊണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും പറയുന്നത്. വിശ്വസ്യ അത്വപേക്ഷ എന്ന് പറയുമ്പോൾ വക്താവിന്റെ നിലയിൽ പറയുന്നു, പറയുന്നവന്റെ, ഉപദേശിക്കുന്നവന്റെ നിലയിൽ. ഉപദേശിക്കുന്നവൻ പറയുന്നു അകാരമാണ് വിശ്വൻ. കേൾക്കുന്നവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും അവന്റെ മനസ്സിൽ തദനുസാരിയായ ഒരു ഭാവന അവന്റെ മനസ്സിൽ വന്നില്ലെങ്കിലോ. അപ്പോൾ പറയുന്നവൻ എന്ത് സാദൃശ്യത്തെ ഗ്രഹിച്ചുകൊണ്ടാണോ പറയുന്നത്, കേൾക്കുന്നവൻ അതേ സാദൃശ്യത്തെ ഗ്രഹിച്ചുകൊണ്ട് ധ്യാനിക്കണം. ആപ്തിസാമാന്യം ഏവ ഉത്കടം സ്യാത്. ഉപദേശത്തിനും അനുഷ്ഠാനത്തിനും ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് ഉപദേശം, മറ്റൊന്ന് അനുഷ്ഠാനം. ഇവിടുത്തെ ഉപദേഷ്ടാവായിരിക്കുന്ന ശ്രുതി അല്ലെങ്കിൽ ഋഷി. അനുഷ്ഠിക്കുന്നവനോ കേൾക്കുന്നവന്. അവന്റെ ആ മാത്രാ സമ്പ്രതിപത്തിയിൽ, അവന്റെ ആ മാത്രാധ്യാനത്തിൽ
എന്ത് വേണം? ഈ ആപ്തി സാമാന്യവും വരണം, ആദിത്വ സാമാന്യവും വരണം. ആപ്തി സാമാന്യം അതൊക്കെ നേരത്തെ പറഞ്ഞാണ്. എന്താണ്? അകാരം സർവത്ര വ്യാപിച്ചിരിക്കുന്നു, അതിനുള്ള യുക്തികളെല്ലാം അവിടെ പറഞ്ഞു. അതുപോലെ ഈ വിശ്വനും വിരാട്ടായി സർവത്ര വ്യാപിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ സാദൃശ്യം എന്ന് പറയുന്നത്. ഇതിന് എല്ലാ കാര്യത്തിലും ഇവിടെ കാരികയിൽ ഒന്നുകൂടി വ്യക്തമായി ആചാര്യൻ പറയുന്നു. ഇത് എന്താണോ ഉപദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ ഉപദേശത്തിൽ ചില പൊതു തത്വങ്ങളുണ്ട്. ആ പൊതു തത്വങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഓരോരുവന്റെയും സംസ്കാരവും വാസനയനുസരിച്ച് അതനുഷ്ഠിക്കുക. അപ്പോൾ അനുഷ്ഠാനത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരും, അതിന് ദോഷമില്ല. പക്ഷേ സാമാന്യ തത്വത്തെ ഗ്രഹിക്കുന്നതിൽ പെശക് വരാൻ പാടില്ല. അത് രണ്ടും ഇവിടെ ബോധിപ്പിക്കുകയാണ്. അത്വവിവക്ഷയിൽ വരുന്ന സാമാന്യം പ്രതിപത്തിയിലും വരണം, കേൾക്കുന്നവന്റെ അനുഷ്ഠാനത്തിലും വരണം. അപ്പോൾ ആ സാമാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അകാരമാണ് വിശ്വനെന്ന് ധ്യാനിക്കേണ്ടത്. ആ വിശ്വൻ തന്നെയാണ് വൈശ്വാനരനെന്ന് ധ്യാനിക്കേണ്ടത്. അത്വവിവക്ഷായാം ഇത്യസ്യ വ്യാഖ്യാനം അതിനെ വിശദീകരിക്കുകയാണ്. മാത്രാ സംപ്രതിപത്വം ഇതി ഭാഷ്യത്തിൽ. വിശ്വസ്യ അകാരമാത്രത്വം യഥാ സംപ്രതിപദ്യതേ ഇത്യത്ര. വിശ്വനെ അകാരമായിട്ട് എപ്പോഴാണ് ഒരുവൻ ധരിക്കുന്നത്? സംപ്രതിപത്തി എന്ന് പറയുമ്പോൾ ധ്യാനം അല്ലെങ്കിൽ ഭാവന. ആപ്തി സാമാന്യവേച്ച ഉത്കടം. അതും ആപ്തി സാമാന്യത്തെയും അവൻ പറയുന്നയാളെങ്ങനെയാണോ പറയുന്നത് അതുപോലെ കേൾക്കുന്നവനും വ്യക്തമായി ധരിക്കും. കാരണം വിശ്വന്റെ സർവാത്മഭാവത്തെ ഗ്രഹിക്കണം. വിശ്വന്റെ ആ സർവാത്മഭാവത്തെയാണ് നമ്മൾ വൈശ്വാനരൻ, വിരാട് എന്നെല്ലാം പറയുന്നത്. അതിന്റെ വ്യാപ്തിയെ പൂർണ്ണമായും ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ വിശ്വനെ നമ്മളെങ്ങനെ ധരിക്കും? ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ഈ ശരീരത്തിനുള്ളിൽ ഉണർന്നിരിക്കുന്നവനും ധരിക്കും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഉപാസന പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് അതിന്റെ വ്യാപ്തിയെ ഉൾക്കൊള്ളണമെങ്കിൽ എങ്ങനെ ധരിക്കണം? സർവജാഗ്രതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നവൻ, സർവജാഗ്രതായി നിൽക്കുന്നവൻ. നമ്മുടെ ചുറ്റും കാണുന്ന നമ്മളെന്താണ്? ഒരുവൻ ജാഗ്രതയിലിരിക്കുമ്പോൾ ഒരുവൻ ഉറങ്ങുന്നു, മറ്റൊരുവൻ സ്വപ്നം കാണുന്നു. ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഈ ഒരുവന്റെ ജാഗ്രതയും വേറൊരുവന്റെ സ്വപ്നവും മൂന്നാമന്റെ സുഷുപ്തിയും ഉൾക്കൊള്ളുന്ന ഒരു ജാഗ്രത ഉണ്ട്. ഈ അകാരം എന്ന് പറയുന്നത് ആ സർവവ്യാപകമായ ജാഗ്രതാണ്. വിശ്വനിൽ നിന്നും വൈശ്വാനരിലേക്ക് വ്യാപിക്കുന്ന ജാഗ്രത എന്ന് ഉപാസകൻ ധ്യാനിക്കണം. ആ തത്വത്തെ അവൻ ധ്യാനിക്കണം എന്നർത്ഥം. അല്ലാതെ ഉത്കടം എന്ന് വെച്ചാൽ സ്പഷ്ടം. അത് കൂടുതൽ ആ ഉപാസനയുടെ സ്പഷ്ടതയ്ക്ക് വേണ്ടി പറയുന്നു. എല്ലായിടത്തും പറയും അത് ഉത്കടമാണ്. ശ്രോതാവിനെ സംബന്ധിച്ച് അത് ഉത്കടമായിരിക്കണം, സ്പഷ്ടമായിരിക്കണം. വക്താവ് അത് വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് വിശ്വസ്യ അത്വവിവക്ഷായാം മാത്രാ സംപ്രതിപത്വവും ആദിസാമാന്യം ആപ്തിസാമാന്യമേവച്ച ഉത്കടം സ്യാത് എന്നാണ് പറയുന്നത്. വിശ്വന്റെ അത്വവിവക്ഷയിൽ വിശ്വനെ അകാരമാണെന്ന് ബോധിപ്പിക്കുമ്പോൾ മാത്രാധ്യാനത്തിൽ ആദിസാമാന്യവും ആപ്തിസാമാന്യവും സ്പഷ്ടമായിരിക്കുന്നു. ആ സാമാന്യത്തെ സ്പഷ്ടമായി ഗ്രഹിച്ചുകൊണ്ട് അകാരത്തെ വിശ്വനായി ധ്യാനിക്കുക എന്ന് ചുരുക്കം. എന്നതിനെ ഗൗഡപാദാചാര്യർ വ്യാഖ്യാനിക്കുകയാണ്. ഏതൊരു സാധനയ്ക്കായാലും മനസ്സിന്റെ
തെളിച്ച ഒരു പ്രധാന കാര്യമാണ്. എന്നുവെച്ചാൽ മനസ്സ് ആ കാര്യത്തെ, സാധനാമാർഗത്തെ വ്യക്തമായി ധരിക്കണം. ധരിച്ചില്ലെങ്കിൽ നമുക്ക് അത് ഭാവന ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു രൂപത്തെ, ഒരു ദേവതാ രൂപത്തെ ധ്യാനിക്കാൻ പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ രൂപത്തെ ഒരുപാട് വർണ്ണിക്കുന്നു, ഓരോ അംശവും വർണ്ണിക്കുന്നു. അങ്ങനെ വർണ്ണിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ മനസ്സിന് ആ രൂപത്തിൽ വ്യക്തത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കേശാദിപാത വർണ്ണനകളൊക്കെ മനസ്സിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിന്റെ വ്യക്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രൂപത്തെ മനസ്സ് പൂർണ്ണമായി ഉൾക്കൊള്ളുക. മനസ്സെപ്പോഴാണോ ആ രൂപത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത്, അതിനാണ് ആ വസ്തുവിലുള്ള മനസ്സിന്റെ ധാരണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കണമെന്നാണ്. അതായത് ഇപ്പം നമ്മൾ അകാരമാണ് വിശ്വൻ, ഉകാരമാണ് തൈസൻ, മകാരമാണ് പ്രാജ്ഞൻ എന്ന് പറഞ്ഞു പോയാൽ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വിശേഷിച്ചൊന്നും സംഭവിക്കത്തില്ല. മനസ്സിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള വ്യക്തത വന്നു കഴിഞ്ഞാലേ അത് ധ്യാനമാകത്തുള്ളൂ. അതുകൊണ്ടാണത് ഓരോ ഭാഗത്തും ആ സ്പഷ്ടതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്കടം, അത് സ്പഷ്ടം ആയിരിക്കണം. ഉത്കടം സ്യാ, ഉത്കടമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വസ്യ അത്വവിവക്ഷായാം അതിസാമാന്യമുത്കടം മാത്രാ സംപ്രതിപത്തോ സ്യാത് അതിസാമാന്യമേവ ച. തൈജസസ്യോത്വവിജ്ഞാനേ ഉത്കർഷോ ദൃശ്യതേ സ്ഫുടം മാത്രാ സംപ്രതിപത്തോ സ്യാത് ഉഭയത്വം തഥാവിധം. തൈജസസ്യ ഉത്വവിജ്ഞാനേ ഉകാരത്വ വിവക്ഷായാം ഉത്കർഷോ ദൃശ്യതേ സ്ഫുടം സ്പഷ്ടം. തൈജസസ്യ ഉത്വവിജ്ഞാനേ, തൈജസ്സിനെ ഉത്വമായി ധ്യാനിക്കുമ്പോൾ, ഭാവന ചെയ്യുമ്പോൾ അവിടെ എന്താണ് സാമാന്യം? എന്താണ് ഉത്കർഷം? അത് മുമ്പ് പറഞ്ഞു. തൈജസ്സൻ പ്രാജ്ഞനെ അപേക്ഷിച്ച് തൈജസ്സിന് ഉത്കർഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. അകാരത്തെ അപേക്ഷിച്ച് ഉകാരത്തിന് ഉത്കർഷമുണ്ട്. അത് സ്ഫുടം ദൃശ്യതേ, അതിനൂടെ സ്പഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. മുമ്പ് ഉത്കടം എന്ന് പറഞ്ഞു, അതിനിവിടെ സ്പഷ്ടം എന്ന് പറഞ്ഞു. അതെല്ലാം പര്യായ പദങ്ങളാണ്. സ്ഫുടം, ഉത്കടം, സ്പഷ്ടം, ഇതെല്ലാം. അത് സ്പഷ്ടമായി നമ്മളെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്പഷ്ടമായി ഗ്രഹിക്കണം. അതാണ് അടുത്ത് പറയുന്നത്. തൈജസസ്യ ഉത്വവിജ്ഞാനം, അതിന്റെ വ്യാഖ്യാനമാണ് മാത്രാ സംപ്രതിപത്തു. ആ മാത്രാധ്യാനം, മാത്രാധ്യാനം ആര് ചെയ്യുന്നു? കേൾക്കുന്നവൻ ചെയ്യുന്നു. പറയുന്നവൻ അത് ബോധിപ്പിക്കുന്നു സ്പഷ്ടമായി. കേൾക്കുന്നവൻ അതിനെ സ്പഷ്ടമായി ഗ്രഹിക്കുന്നു. എന്താണ് ആ സാദൃശ്യത്തെ? ഗ്രഹിച്ചിട്ട് ധ്യാനിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ സാദൃശ്യം? ഒന്ന് ഉത്കർഷം, മറ്റൊന്ന് ഉഭയത്വം. ഉഭയത്വം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിന്റെ മധ്യത്തിൽ വരുന്നു. അതിന്റെ സ്ഫുടതയും പറഞ്ഞു. തൈജസ്സിന്റെ സൂക്ഷ്മത്തിന്റെ ആ സ്ഫുടത അതും പറഞ്ഞു. തഥാവിധം ആ ഉഭയത്വത്തെയും അതുപോലെ ഗ്രഹിക്കണം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇത്രേ പറയുന്നത് എന്താണോ, നമ്മളെ ബോധിപ്പിക്കുന്നത് സ്പഷ്ടമായിട്ടാണ്. എന്നുവെച്ചാൽ ബോധിപ്പിക്കുന്ന ആളിന് ഇത് സ്പഷ്ടമാണെന്നർത്ഥം. ബോധിപ്പിക്കുന്നത് സ്പഷ്ടമായിട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളിന് സ്പഷ്ടമായില്ലെങ്കിലോ? അപ്പോൾ അത് കേൾക്കുന്ന ആളിന്റെ തകരാറാണ്. പറയുന്ന ആളിന് അത് സ്പഷ്ടമാണ്, വ്യക്തമാണ്, സ്ഫുടമാണ്. അതുകൊണ്ട് ഉപദേശിക്കുന്നയാൾ എങ്ങനെയാണോ അത് സ്ഫുടമായി ബോധിപ്പിക്കുന്നത്, അതുപോലെ കേൾക്കുന്നവനും ഇതിനെ സ്ഫുടമായി ബോധിപ്പിച്ചിട്ട് ഉകാരം തൈജസ്സനാണ് എന്ന് ധ്യാനിക്കണം. ആ തൈജസ്സൻ തന്നെയാണ് ഹിരണ്യഗർഭനായിരിക്കുന്നത് എന്ന് ധ്യാനിക്കണം എന്നിവിടെ പറയുകയാണ്.
ഉഭയത്വം ച സ്ഫുടമേവേദി പൂർവോത് സർവം. മുമ്പ് മനസ്സിലാക്കിയതുപോലെ ഇത് മനസ്സിലാക്കണം. അത് മുമ്പ് വിശദീകരിച്ചാണ് മന്ത്രത്തിൽ. കരിയിൽ അത് സ്പഷ്ടമായിരിക്കണം എന്നുകൂടി പറയുന്നേ ഉള്ളൂ. തൈജസസ്യോത്വവിജ്ഞാനേ ഉത്കർഷോ ദൃശ്യതേ സ്ഫുടം മാത്രാ സംപ്രതിപത്തോ സ്യാത് ഉഭയത്വം തഥാവിധം. അടുത്ത് മകാരഭാവേ പ്രാജ്ഞസ്യ മനസാമാന്യമുത്കടം മാത്രാ സംപ്രതിപത്തോ തോ ലയസാമാന്യമേവ ച. മകാരത്വേ പ്രാജ്ഞസ്യ മിഥിലയൗ ഉത്കൃഷ്ടേ സാമാന്യേ ഇത്യർത്ഥഃ. ഇവിടുത്തെ സാദൃശ്യം ഇതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. മകാരത്തെ പ്രാജ്ഞനായി ധ്യാനിക്കുമ്പോൾ ഓങ്കാരത്തെ അവലംബിച്ചുകൊണ്ട് ചൈതന്യത്തെ ധ്യാനിക്കുകയാണ്. അവിടെ എന്താണ് സാമാന്യം? നേരത്തെ പറഞ്ഞു മിഥിയേ അപീതേ എന്ന് പറഞ്ഞു. മിഥിലയങ്ങൾ, മിഥി എന്ന് പറഞ്ഞു അളവിന്റെ, അതാണ് സാദൃശ്യം. ഇത് അളക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. ലയം പറഞ്ഞു ഏകീഭവനം, അല്ല ഇന്ന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് തന്നെ ഇവിടെ പറയുന്നു. അതിൽ മകാരഭാവേ പ്രാജ്ഞസ്യ, പ്രാജ്ഞന്റെ മകാരഭാവം, പ്രാജ്ഞൻ മകാരമാണെന്നാണ് ബോധിപ്പിക്കുന്നത്. അതിൽ മാത്രാ സംപ്രതിപത്തു, അതിനോട് ചേർത്താണ് മാത്രാ സംപ്രതിപത്ത് അന്വയിച്ച അർത്ഥം മനസ്സിലാകും. എല്ലായിടത്തും ഒന്നാമത്തെ പാദവും മൂന്നാമത്തെ പാദവും ചേർത്ത് അന്വയിക്കുന്നു. ഒന്നാമത്തെ പാദം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാദത്തെ മകാരഭാവേ പ്രാജ്ഞസ്യ മാത്രാ സംപ്രതിപത്തു. പ്രാജ്ഞനെ മകാരമായി ഉപദേശിക്കുമ്പോൾ മകാരമാകുന്ന മാത്രയെ ധ്യാനിക്കുമ്പോൾ അവിടെ എന്ത് വരണം? ഉത്കടം, സ്പഷ്ടമായിരിക്കണം. എന്താണ്? മാനസാമാന്യവും ലയസാമാന്യവും. അത് ഇന്ന് വിശദീകരിച്ചു. അതിന്റെ സാദൃശ്യങ്ങളെ വ്യക്തമായി ധരിച്ചുകൊണ്ട് പ്രാജ്ഞനെ മകാരമായി ധ്യാനിക്കുക എന്ന് പറയുന്നു. മകാരഭാവേ പ്രാജ്ഞസ്യ മനസാമാന്യമുത്കടം മാത്രാ സംപ്രതിപത്തോ തോ ലയസാമാന്യമേവ ച. ഈ കാരികയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന സാദൃശ്യങ്ങളെ വ്യക്തമായി ധരിക്കണം ഉപാസനയും ധ്യാനത്തിൽ. അത് കേൾക്കുമ്പോൾ വ്യക്തത വന്നില്ലെങ്കിൽ ചിന്തിച്ച് വ്യക്തത വരുത്തണം. ആ ചിന്ത തന്നെ ധ്യാനമായി മാറും. ചിന്തിക്കുമ്പോൾ ഒരാൾ പറയുകയാണ്, ഇതെനിക്ക് കേട്ടിട്ടും വ്യക്തത വരുന്നില്ല, സ്പഷ്ടമാകുന്നില്ല, ഇവിടെ പറയുന്ന ഉപാസനാ രീതി പൂർണ്ണമായി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംശയം പരിഹരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സാദൃശ്യം, ആ സാദൃശ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉപാസന അത് ഉത്കടമാണ്, സ്പഷ്ടമാണ്. ഉപദേശിക്കുന്നവനെ സംബന്ധിച്ച് അത് സ്പഷ്ടമാണ്. കേൾക്കുന്നവന് പോരായ്മയുണ്ടെങ്കിലോ ആണ് മാത്രാ സംപ്രതിപത്തി. ധ്യാനത്തിൽ അവനതിനെ ചിന്തിച്ച് സ്പഷ്ടമാക്കിക്കോളും എന്നാണ് പറയുന്നത്. അത് ചിന്തിക്കാതെ ചിലപ്പോൾ ചിലർക്ക് കേൾവി കൊണ്ട് മാത്രം സ്പഷ്ടമായെന്ന് വരത്തില്ല. മനസ്സിന് മറ്റു പലതും കയറിയിരിക്കുമ്പോൾ ഇതിന് കയറിയിരിക്കാൻ സ്ഥലം കിട്ടിയെന്ന് വരത്തില്ല. ഇതിന് സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലേ ഇതിന് സ്ഥലം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് സ്പഷ്ടമാവും. സാദൃശ്യം, സാമാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാദൃശ്യം. മാനത്തെ മുമ്പ് വിശദീകരിച്ചു. അല്ലല്ല, മാനം എന്നുള്ളതിന് മുമ്പ് വിശദീകരിച്ചു. എന്താണ് മാനം, അളവ്, അതെങ്ങനെയാണ് വരുന്നതെന്ന് മുമ്പ് വിശദീകരിച്ചു.
അതിനിവിടെ ഒരിക്കൽ കൂടെ പറയുന്നതേ ഉള്ളൂ, പുതിയൊരു കാര്യം പറയുന്നില്ല. ലയസാമാന്യവും മാനസാമാന്യവുമാണ് നമ്മളതിന് വിശദീകരിച്ചത്. അരമണിക്കൂർ നമ്മൾ ചർച്ച ചെയ്ത അതാണ്. അതിനിവിടെ ഒരിക്കൽ കൂടി പറയുന്നതേ ഉള്ളൂ. അത് ഇവിടെ എന്താണ് പറയുന്നത്? അത് സ്പഷ്ടമായിരിക്കണമെന്ന് പറയുന്നു. ഇനി എന്താണ്, ടേപ്പ് ചെയ്തതിനെ ആശ്രയിക്കുക, അല്ല വേറെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇനി ആദ്യം പോലെ വീണ്ടും അത് പറയേണ്ടി വരും. പറഞ്ഞ കാര്യം തന്നെ അവിടെ പറയുന്നത്, പുതിയൊരു കാര്യമൊന്നും അല്ല. മകാര സാദൃശ്യമൊന്നല്ല, മാനസാമാന്യം നേരത്തെ പറഞ്ഞു. അളവ് പാത്രത്തിന്റെയൊക്കെ ഉദാഹരണം പറഞ്ഞിട്ട് ഒരു സാദൃശ്യം ഓങ്കാരത്തിനും മകാരത്തിനും പ്രാജ്ഞനും ഉണ്ടെന്ന് പറഞ്ഞു. പ്രാജ്ഞൻ വിശ്വ തൈജസ്സന്മാരെ അളക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെയാണ് മകാരം അകാര ഉകാരങ്ങളെ അളക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു. ആ സാദൃശ്യം എന്ന് വെച്ചാൽ ഈ പ്രാജ്ഞൻ വിശ്വ തൈജസ്സന്മാരെ ഉൾക്കൊള്ളുന്നു, അതിനെ പുറത്തേക്ക് വിടുന്നു. മകാരം ഉച്ചാരണത്തിൽ അകാര ഉകാരങ്ങളെ തന്നിലേക്ക് എടുക്കുന്നു, പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വിടും. അവിടെ പറഞ്ഞു എന്താണ്, മകാരത്തിൽ നിന്ന് തുടങ്ങുന്നത് പോലെയും മകാരത്തിൽ അവസാനിക്കുന്നത് പോലെയും ഓങ്കാര ഉച്ചാരണത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞു. പിന്നെ ഏകീഭവനത്തെക്കുറിച്ച് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. അതവിടെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല, ഭാഷ്യത്തിൽ അത് വിശദീകരിച്ചു. ഒരു പ്രാവശ്യം കൂടി ഇത് ആദ്യം പോലെ കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. സ്പഷ്ടമാകണമെന്നാണ് ഇവിടെ പറയുന്നത്. സ്പഷ്ടമാകുന്നത് കേട്ടതുകൊണ്ട് മാത്രമായില്ലെങ്കിൽ ചിന്തിച്ച് മനസ്സിലാകും. കാരണം ഇത് നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു എന്താണ്, മധ്യമ അധമാധികാരികൾ ഇതിൽ തന്നെ വരാം. മധ്യമാധികാരികൾക്ക് കേട്ടാൽ അവിടെ മനസ്സിലാവും. അധമാധികാരികൾ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടവർ, കൂടുതൽ പ്രയത്നിക്കേണ്ടവർ. അപ്പോൾ തന്റെ അധികാരിത്വത്തെ ആശ്രയിച്ചാണ് ഇതിന്റെ പ്രയത്നം വിജയിക്കുന്നത് എന്ന് പറഞ്ഞു. മകാരഭാവേ പ്രാജ്ഞസ്യ മാനസാമാന്യമുത്കടം മാത്രാ സംപ്രതിപത്തോ തോ ലയസാമാന്യമേവ ച ത്രിഷു ധാമസു യത്തുല്യം സാമാന്യം വേത്തി നിശ്ചിത സപൂജ്യ സർവഭൂതാനാം അന്ത്യശ്ചൈവ മഹാമുനി യഥോക്തസ്ഥാനത്രയേ തുല്യം ഉക്തം സാമാന്യം വേത്തി. ഏവമേവ ഏതദിതി നിശ്ചിതോ യഃ സ പൂജ്യഃ വന്ദ്യശ്ച ബ്രഹ്മവിദ് ലോകേ ഭവതി. ഇവിടെ ഉപാസകനെ കുറിച്ച് പറയുന്നത് എന്താണ്? ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നവൻ അവൻ മഹാമുനിയാണ്. ഓങ്കാരത്തെ ഉപാസിക്കുന്നവനാണ് മുനി, അല്ലാത്തവൻ മുനിയല്ല എന്ന് ഇനി പറയും, അടുത്ത് വരുന്നിടത്ത് പറയും. ഇവിടെ പറയുന്നവൻ മഹാമുനിയാണ്. ഇതിനെ സ്പഷ്ടമായി ഗ്രഹിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ. എന്താണ്? യഥോക്ത സ്ഥാനത്രയേ തുല്യം. ഈ സ്ഥാനത്രയം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇതാണ് സ്ഥാനത്രയം. ഇതിനാണ് ഇവിടെ സ്ഥാനത്രയം എന്ന് പറയുന്നത്. അത് തുല്യം. ഈ സ്ഥാനത്രയത്തെയാണ് തുല്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വരുന്ന എന്താണ്?
ഉക്തം സാമാന്യം എന്ന് പറഞ്ഞ സാമാന്യങ്ങൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അകാര ഉകാര മകാരങ്ങൾക്കും പറഞ്ഞ സാമാന്യങ്ങൾ ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി ധ്യാനിക്കുന്നതിന് വേണ്ടി പറഞ്ഞ സാമാന്യങ്ങൾ അതും മുമ്പ് പറഞ്ഞു. അതാരാണോ വേത്തി അറിഞ്ഞുപാസിക്കുന്നത് ഏവമേവ ഏതരീതി നിശ്ചിതമായിട്ട് സംശയമൊന്നും കൂടാതെ നേരത്തെ പറഞ്ഞ് സ്ഫുടമായി സ്പഷ്ടമായി ആരാണോ ധരിച്ച് ഉപാസിക്കുന്നത് സപൂജ്യ അവൻ ലോകത്തിൽ പൂജ്യനായിത്തീരുന്നു. വന്ധ്യ അവൻ വന്ധ്യനായിത്തീരുന്നു. ബ്രഹ്മവിത്ത് ബ്രഹ്മോപാസകൻ ഇവിടെ ബ്രഹ്മവിത്ത് എന്ന് വെച്ചാൽ ബ്രഹ്മോപാസകൻ ബ്രഹ്മജ്ഞാനി എന്നും പറയാം. കാരണം ഉപാസനയുടെ ഫലമായി അവൻ ബ്രഹ്മജ്ഞാനിയായിത്തീരുന്നു. അതതിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, അർത്ഥവാദപരമായി പറയുകയാണ്. അവൻ വന്ദനീയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് പറഞ്ഞതുപോലെ അപ്രദ്വേഷം എന്ന് പറഞ്ഞതുപോലെയാണ്. വന്ധ്യൻ എന്ന് പറഞ്ഞാൽ വന്ദനാർഹൻ എന്നർത്ഥം. അവനിൽ അവന്ധ്യമായിട്ടൊന്നുമില്ല, വന്ദിക്കത്തക്കതായിട്ടൊന്നുമില്ല. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവനിൽ അവന്റെ മനോവൃത്തികളിൽ ഉപാസനയ്ക്കാണ് പ്രാധാന്യം. അവൻ ആത്മധ്യാനത്തിൽ തന്നെ കഴിയുന്നു. ഈ പറയുന്ന രീതി ഓങ്കാരത്തെ ആശ്രയിച്ച് ആത്മാവിനെ ധ്യാനിച്ച് തന്നെ കഴിയും. അപ്പോൾ അവനിൽ നിന്ദനീയമായി ഒന്നുമില്ല. അതുകൊണ്ട് അവൻ വന്ധ്യനായി തന്നെ ഇരിക്കുന്നു എന്നാണ്. അതിനെ മറ്റൊരർത്ഥത്തിൽ എടുക്കരുത്. അവനെ ആരെങ്കിലും വന്ദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തിരസ്കരിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ പൂജിക്കുന്നുണ്ടോ പൂജിക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ല. ഉപാസകനെ ലോകം അറിയണമെന്നോ ലോകം പൂജിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. ലോകം അറിഞ്ഞെന്നും വരത്തില്ല, ലോകം ആദരിച്ചെന്നും വരത്തില്ല. അത് ലോകവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പക്ഷേ അവനിൽ വന്ധ്യമല്ലാത്തതായിട്ട് മറ്റൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അവന്റെ മനോവൃത്തികൾ ഒരുവനെ നിന്ദ്യനും വന്ധ്യനും ഒക്കെ ആക്കുന്നത് എന്താണ്? അവന്റെ മനസ്സിന്റെ ഭാവങ്ങളാണ്. ഇവിടെ എന്താണ്? അവന്റെ മനസ്സിൽ ആത്മധ്യാനം മാത്രമേ ഉള്ളൂ. അവിടെ വന്ദിക്കാൻ മാത്രമേ ഉള്ളൂ, നിന്ദിക്കാനായി മറ്റൊന്നുമില്ല. അവൻ മഹാമുനിയാണ്, ഇതിൽ നിഷ്ഠയുള്ളവൻ എന്ന് പറഞ്ഞ ആ മുനിയെ ഇവിടെ സ്തുതിക്കുന്നു. ത്രിഷുധാമസു യത്തുല്യം സാമാന്യം വേത്തി നിശ്ചിത സപൂജ്യ സർവഭൂതാനാം വന്ദ്യശ്ചൈവ മഹാമുനി. ഓം ശ്രീ